അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ദൈവശക്തി അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങൾ രോഗം വന്നിട്ടും പോകാതെ അങ്ങനെ മനസ്സും അടുത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. എല്ലാ സന്തോഷവും പോയവരുണ്ട്. കുഞ്ഞുങ്ങൾ ജനിച്ചതിൻ്റെ പേരിൽ അവർക്കുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ, മാറാത്ത രോഗങ്ങൾ കാരണം ജീവിതം തീർന്നെന്ന് വിചാരിച്ചിട്ട് ആ കുരിശിൽ ചുമന്നുണ്ടാക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ ശക്തിപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിനക്ക് താങ്ങാനാവാത്ത പ്രലോഭനം ഞാൻ നിനക്ക് നൽകത്തില്ലെന്ന് പറഞ്ഞ പോലെ കർത്താവ്, ഒരു മനുഷ്യനും താങ്ങാനാവാത്ത ദുഃഖം കൊടുത്ത് കർത്താവ് അവർ വീണപാട്ടത്തിന് കിടന്ന് അഴുകിപ്പോകാതിരിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നീ എഴുന്നിരുന്ന് നടക്കുക. ദൈവവേദന സാമ്പത്തിക കടങ്ങളുള്ളവർ, ഗിഫ്റ്റ് നടപടിയുള്ളവർ, വന്ന് പെട്ടുപോയവർ, അന്യൻ്റെ കൈകളിലെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അകപ്പെട്ടു പോയവർ, അത് കേസായി പോയവർ, ഭാഗോടമ്പടി നടക്കാത്തവർ,
ജോലി ലഭിക്കുമെന്ന് വിചാരിച്ചു നിന്നിട്ട് അത് അങ്ങനെ ആശിച്ച് മോഹിച്ചൊക്കെ ഇരുന്നതും അതും നഷ്ടപ്പെട്ടിരിക്കട്ടെ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലെ വിഷമിക്കുന്നവർ, അങ്ങോട്ടും ഇവിടെ കുറ്റം പറഞ്ഞ് എൻ്റെ കുഴപ്പമാണ്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റം വിധിക്കാനും നമ്മളെ കൊച്ചാക്കാനും ചെറുതാക്കാനും വെറുമയാക്കാനും അനേകം പേര് നിൽക്കുമ്പോൾ കർത്താവ് നീ മാത്രമേ അവർക്കുള്ളെന്ന് ഓർക്കണമേ. അയൽവാസികൾ തമ്മിൽ ഭിന്നതയും പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ളവർ, വിറ്റുചുട്ട് പോയാൽ മതി പക്ഷേ വിൽക്കാൻ ആൾക്കാർ സമ്മതിക്കണമില്ല, ആ രീതി കിടന്ന് വിഷമിക്കുന്നവരുണ്ട്. സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട്, വഴിയില്ലാത്ത സ്ഥലം എടുക്കാത്ത അവസ്ഥകളുണ്ട്. അതുകൊണ്ട് തന്നെ കൊത്തിക്കൊണ്ട് പറക്കാനും പറ്റത്തില്ല, എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അകപ്പെട്ടു പോയവരുണ്ട്. എൻ്റെ കർത്താവിൻ്റെ ഉന്നത നാമത്തിൽ ഇരുമ്പ് ചങ്ങലകളെ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. നീ ഒരു ആധ്യാത്മികനാണ്, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ ദൈവം കയറി വരുമ്പോഴേ മുമ്പ് തന്നെ സ്റ്റാറ്റസ് ലോയിങ് സംഭവിക്കും. പണ്ട് ഞാൻ ഫൊറോണ വികാരിയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു കൊല്ലത്തിന് മുമ്പ് ഞാൻ പെട്ടെന്ന് വേറെ ട്രാൻസ്ഫറായി എനിക്ക് ഒരു കൊച്ചു പള്ളിയിലേക്ക് വന്നു. ചാപ്ലിനായി ശരിക്കും. ഇപ്പോഴും ഞാൻ ചാപ്ലിനാണ്, പക്ഷേ ഞാൻ ചാപ്ലിന്ന് പ്രത്യേകം എഴുതും. വികാരി നേതൃത്വത്തില്ല, ചാപ്ലിൻ. ഞാൻ ഒരു ചാപ്പലിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഞാൻ എൻ്റെ പെരുന്നാൾ നോട്ടീസ് എഴുതിയിട്ടുണ്ട്, ചാപ്ലിൻ ഫാ ജോസഫ് വലിയ വീട്ടിൽ. എന്താ കാര്യം? കർത്താവ് എനിക്ക് തന്ന സ്റ്റാറ്റസാണത്, ദൈവം തന്ന സ്റ്റാറ്റസാണ്. ഇത് ആദ്യം ദൈവം എന്നിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലായി തന്നത്. കാര്യം എന്താ, ഞാൻ ഫൊറോണ വികാരിയായ സമയത്താണ് എന്നെ പെട്ടെന്ന് എനിക്ക് സ്റ്റാറ്റസ് ലോയിങ് ഉണ്ടായത്. പക്ഷെ അന്ന് ഇത്രയും ജ്ഞാനം എനിക്കില്ല. അന്നാണ് എനിക്ക് ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കളിച്ചതിന് ശരിക്കും. എന്താ കാര്യം, നമ്മളെ ദൈവം ഉയർത്തണം മുമ്പാണല്ലോ ഈ സാധനം തരുന്നത്. പക്ഷെ ദൈവം ഉയർത്താനുള്ള ഉയർത്തി. ഞാൻ ആ പള്ളിയിൽ പോയിരുന്നുണ്ട്, എൻസൈക്ലോപ്പീഡിയ എഴുതി ആ പള്ളിയിൽ ചാപ്പലിൽ പോയിരുന്നുണ്ട്. ഇപ്പോൾ ചാപ്പലത് ഭയങ്കര നികഷ്ട ജീവിതമായിരുന്നേ. ആ ചാപ്പലിൻ്റെ അരികിൽ തന്നെയാണ് പൊതു കക്കൂസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഓഫീസ് മുറിയുടെ ബാക്കിൽ ജനൽ തുറന്നു കഴിഞ്ഞാൽ ഈ കക്കൂസിൻ്റെ മണം പുറത്തേക്ക് വരും. എൻ്റെ 5 കൊല്ലം അവിടെ ഇരുന്ന് അതിൻ്റെ പേരിൽ ഞാൻ പോയി കംപ്ലൈൻറ്റ് ചെയ്യുകയോ അതൊരു ബുദ്ധിമുട്ടായിട്ട് ജനങ്ങളോട് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ശേഷം ചെന്നവർ മേട പൊളിച്ച് വേറെ മേട ഉണ്ടാക്കി. കാര്യം ഞാൻ കർത്താവ് തന്ന സ്റ്റാറ്റസ് അക്സെപ്റ്റ് ചെയ്തു. ഞാനെന്ന് പറയുകയല്ല, ദൈവിക വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അവിടെ ഇരുന്ന് എഴുതിയതാണ് 7000 പേജോളം എഴുതി. അങ്ങനെ 7 പ്രാവശ്യം എഴുതിയാണ് എൻസൈക്ലോപ്പീഡിയ, ചവിട്ടാള എൻസൈക്ലോപ്പീഡിയ. എൻ്റെ ഗവേഷണമൊക്കെ നടത്തിയായിരുന്നു. സാഹിത്യ അക്കാദമി പോയി പഠിച്ച് ഒരു വില മുഴുവനും. പക്ഷേ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. അപ്പോൾ എന്താ സാർ, സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന് ഒരു പ്രഖ്യാപിത അജണ്ട ഉണ്ടാവും. നീ വർക്കും എല്ലാം തീർന്നെന്നൊക്കെ വിചാരിക്കും. എൻ്റെ തെദേവ് എന്നും പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട് ഞാൻ, കടന്നു വന്ന വഴികൾ. അപ്പം നീ ആൾക്കാർ ഉടമ്പടി ദൈവം തന്നപ്പോഴല്ലേ ലോകം മുഴുവൻ അറിയാൻ തുടങ്ങി. അങ്ങനെയല്ല, അതൊക്കെ മുമ്പ് ദൈവത്തെ അറിയാമായിരുന്ന ഒരു ജോസഫ് ഉണ്ടായിരുന്നു. അതാണ് സംഭവം. നിങ്ങളിപ്പോൾ ഈ ഉടമ്പടി കൊണ്ടാണ് ചില ആൾക്കാരൊക്കെ എന്നെ നല്ലവണ്ണം ധരിക്കുകയോ തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യണത്. പക്ഷെ അത് കർത്താവിൻ്റെ അവസാനത്തെ ഒരു ഇൻ്റർവെൻഷൻ മാത്രമാണ്. ഉടമ്പടി എനിക്ക് മുമ്പൊരു ജീവിതമുണ്ട്. 2001 കൃപാസനത്തിൽ ഇവിടെ വന്ന് കലവൂര് മിഷൻ തുടങ്ങണം. അതൊക്കെ 10 കൊല്ലം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കടലിലായിരുന്നു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരുന്നത് 10 കൊല്ലം. അപ്പം അത് എനിക്ക് ചുമയും പനിയും വർഷങ്ങളോളം മാസങ്ങളോളം ആശുപത്രി കിടപ്പൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഇടവേള ജോലി നടക്കണം, അതും നടക്കണം, എല്ലാ സ്ഥലങ്ങളിലും പോയി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. ദൈവത്തിന് വേണ്ടി മാത്രം ചെയ്ത ജീവിതമായിരുന്നു അത് തീർന്ന് സുവിശേഷ പ്രഘോഷണ ദശകം 2000 കൊണ്ട് തീർന്ന് 2001 വന്ന് ഇവിടെ ജൂലൈ 6 ഇവിടെ കലവൂർ വന്നിട്ട് അന്ന് റീത്ത പുണ്യാളത്തെ ഇവിടെ ഉണ്ടായിരുന്നത് കുറച്ച് പുരുഷ പേര ഫ്രാൻസിസ് ബ്രദറിൻ്റെ. അപ്പം ഞാൻ പ്രശാന്ത് അച്ഛനെ വിളിച്ച് IMS അച്ഛാ എനിക്ക് പെരുന്നാളും തുടങ്ങി തരാമെന്ന് പറഞ്ഞ് റീത്ത പുണ്യാളത്തിൻ്റെ. അദ്ദേഹം പെരുന്നാൾ തുടങ്ങാൻ വേണ്ടി കൊടി കയറ്റാൻ വേണ്ടി അന്ന് ഒന്നുമില്ല കൃപാസനത്തിൽ, കുറച്ച് പുല്ലും പിടിച്ച് കിടക്കുന്ന ഒരു പറമ്പ് മാത്രമുണ്ട്, ഒരു പഴയ കുരിശടിയുണ്ട് ചെറിയ. റീത്ത പുണ്യാളത്തെ പടം ഇപ്പോഴും നമ്മുടെ കൃപാസനം അവിടെ കാണാം സൈഡിൽ. പ്രശാന്ത് അച്ഛൻ അന്ന് ജൂലൈ 6 കൊടി കയറ്റി.
കൊടി കയറ്റി വെച്ച് കൊടി ഇങ്ങനെ കയറിപ്പോയി. താഴെ സച്ചിൻ താഴെ മേലോട്ട് പോയിട്ടും കൊടി നോക്കിയിട്ട് താഴേക്ക് എന്നെ നോക്കിയിട്ട് പറഞ്ഞു 15 കൊല്ലം കഴിയുമ്പോൾ ഇത് ഫേസ് ലിഫ്റ്റ് ആകുമെന്ന് പറഞ്ഞു. 15 കൊല്ലം ദർശനമാണത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാനത് സീരിയസ് ആയിട്ട് എടുത്തു, മറക്കാതെ എടുത്തു. ആ കറക്റ്റ് 15-ാം കൊല്ലമാണ് നമുക്ക് ഉടമ്പടി മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നമ്മൾ പരസ്യമായിട്ട് ആൾക്കാരെ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോഴാണ് ഉടമ്പടി കിട്ടണത് നമുക്ക്. അത് പറഞ്ഞ കറക്റ്റാണിത്. അതായത് നമ്മൾ ഇന്ന് ദൈവം എല്ലാവരിലൂടെയും സംസാരിക്കുന്നൊരു കാലമാണിത്. നിർഭാഗ്യവശാൽ ഔദ്യോഗികമായ സഭയ്ക്ക് ചിലർക്കെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. സഭയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. കാരണം അൽമേനികളുടെ ശാക്തീകരണം ഒരു ഭയങ്കരമാണ്. കാര്യം അന്ന് ഞങ്ങൾക്ക് സ്റ്റിരിഗ്മ എന്ന് പറഞ്ഞ ധ്യാനം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ വന്ന വഴികളിലൂടെ എങ്ങനെയാണ് ദൈവം സഞ്ചരിച്ച് നമ്മളെ കൈപിടിച്ച് നടത്തിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ബോധ്യം കിട്ടും. എന്താ കാര്യം? അന്ന് സ്റ്റിരിഗ്മ അത് കടലോര കൺവെൻഷൻ കഴിഞ്ഞ് കടലോര തിരുവനന്തപുരം ജൈത്രയാത്ര കഴിഞ്ഞപ്പോഴാണ് കർത്താവ് എനിക്ക് അഖണ്ഡ ജപമാല നടത്താൻ തന്നത്. അഖണ്ഡ ജപമാല കഴിഞ്ഞപ്പോൾ ആ അഖണ്ഡ ജപമാല വളർന്നാണ് ഇന്ന് 3 ലക്ഷം പേര് പങ്കെടുക്കുന്ന അഖണ്ഡ ജപമാല റാലിയായിട്ട് വളർന്നത്. ഇപ്പോൾ ഈ 25-ാം തീയതി ഒക്ടോബർ 25-ാം തീയതി നമുക്ക് റാലിയല്ലേ? ആരും മറന്നു പോരുതേ, വന്നേക്കണേ. രാവിലെ 6 മണിക്ക് തുടങ്ങേ. പ്രത്യേകിച്ച് ലോകസമാധാനത്തിന് വേണ്ടിയാണ്. മാർപ്പാപ്പ പറഞ്ഞ കേട്ടില്ലേ, കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ് ആൾക്കാരുടെ കയ്യിൽ നിന്ന്, സമാധാനം വിട്ടുപോയിരിക്കുക. ഈ ഒന്നുവരൊക്കെ കണ്ടില്ലേ? അപ്പോൾ ഇനി ദൈവം തന്നെ നേരിട്ട് ഇറങ്ങിയാലേ സമാധാനം ഉണ്ടാകത്തു ലോകത്തിന്. അല്ലെങ്കിൽ അങ്ങോട്ടും അനുഭവം പെരിഞ്ഞ് അവന്മാർ നശിപ്പിക്കുകയും ചെയ്യും. പക്ഷെ ആ റാലി എന്തുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചത് എന്താ? ഈ 3 ലക്ഷം പേരുടെ റാലി എന്തുകൊണ്ടാണ് കൃപാസനത്തെ ഏൽപ്പിച്ചത്? അത് ഓൾറെഡി അതൊരു പ്രോഗ്രാമല്ല. കൃപാസനത്തിന് കർത്താവിനെ അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി 2001 തുടങ്ങിയതാണ് അഖണ്ഡ ജപമാല എന്ന് പറയുന്ന സംഭവം. ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുക. കോടിക്കണക്കിന് ജപമാലയാണ് ലോകത്തിൻ്റെ മനസ്സാന്തത്തിന് വേണ്ടിയും കർത്താവിനെ അറിയാൻ വേണ്ടി അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി ചൊല്ലി ഇതിൻ്റെ അടിത്തറ കിടക്കണത്. അതുകൊണ്ടാണ് കൃപാസനത്തെ ചവിട്ടുമ്പോഴത്തേ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാക്കേണ്ട കാരണം അതാണ് ശരിക്കും. അപ്പം അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്ന സിരിഗ്മ ധ്യാനമാണ്. കെരിഗ്മയല്ല, അത് കേസ്റ്റഡ് ധ്യാനമാണ്. കെരിഗ്മ പണ്ടുണ്ടായിരുന്നത്. ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് സ്റ്റെരിഗ്മയാണ്. ഇത് സ്ഥിരീകരണ ധ്യാനം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക വിശ്വാസ പരിശീലന ധ്യാനമാണത്. അപ്പം അതിന് അന്ത്യത്താഴമൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് എല്ലാവരും താഴെ ഇരുന്നുകൊണ്ട് കർത്താവിനെ പോലെ വറുത്ത മീനും ബണ്ണൊക്കെ വെച്ച് കുർബാനയല്ലേ ഇടാ, പക്ഷേ അതിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് സ്നേഹക്കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നത്. അത് വലിയ അഭിഷേകത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് തിരിയെല്ലാം കത്തിച്ച് പ്രാർത്ഥനയിൽ ചെയ്യുന്ന സമയത്ത് അപ്പോൾ TR പീറ്റർ എന്ന് പറഞ്ഞൊരു സഹോദരൻ ഈ അന്ത്യത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടേ, പറഞ്ഞു കുറേ പ്രാക്കൾ വരുന്നു, കുറേ പ്രാവുകൾ പറന്നു വരുന്നു, കുറേ കൊന്തകൾ കൊത്തിക്കൊണ്ട് ലോകത്തെല്ലായിടത്തും പോകണമെന്ന്. അപ്പം ഞാൻ പ്രൈസ്തലോടെ നമ്മൾ ഞങ്ങൾ കിടന്ന് കാര്യം എനിക്കത് മെസ്സേജാണ് മനസ്സിലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അമേരിക്ക, ചിക്കാഗോ, അയർലൻഡ്, റോം, ഫ്രാൻസ് എല്ലായിടത്തും അഖണ്ഡ ജപമാല റാലി നടക്കുകയാണ്. അന്നത്തെ ദർശനമാണ് TR പീറ്ററിൻ്റെ. അദ്ദേഹം വലിയ ആധ്യാത്മികവാദിയൊന്നുമല്ല, പക്ഷേ ആ ഒരു അഭിഷേകത്തിൻ്റെ ടൈമിൽ ദൈവം അദ്ദേഹത്തിന് കഴിവ് കൊടുത്തതാണ്. ഈ സ്റ്റെരിഗ്മ ധ്യാനം തീർന്നപ്പോൾ സാജൻ ബ്രദർ ഉണ്ടായിരുന്നു എൻ്റെ കണ്ടക്കിടയിൽ. ഇന്ന് അദ്ദേഹം ഓൾ ഇന്ത്യ ബൈ പ്രൊക്ലമേഷൻ മിനിസ്ട്രിയുടെ വലിയൊരു മിനിസ്റ്ററാണ് ഷാജൻ ബ്രദർ. അപ്പോൾ ഷാജൻ ബ്രദർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഷാജൻ ബ്രദർ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സ്റ്റെരിഗ്മ ധ്യാനം കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബൈബിൾ തുറന്നപ്പോൾ കർത്താവ് ഒരു വചനം കൊടുത്തു. എന്ത് വചനമാണെന്ന് അറിയാമോ? അതായത് ഹഗ്ഗായി 2:9. ഈ ആലയത്തിന്റെ പൂർവമഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം. അയ്യോ, എന്നിട്ട് ഷാജൻ ബ്രദർ എന്നോട് പറഞ്ഞു, എനിക്ക് അച്ഛാ മെസ്സേജ് കിട്ടിയടാ എന്ന് പറഞ്ഞ്. ഷാജൻ അറക്കൽ ഞങ്ങൾക്കറിയാം, ഷാലോമിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഷാജൻ അറക്കൽ എൻ്റെ കൂടെ ആയിരുന്നു ആദ്യം. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത മെസ്സേജാണ് ശരിക്കും ധ്യാനം കഴിഞ്ഞപ്പോൾ ഈ ആലയത്തിൻ്റെ. അപ്പോൾ ഈ ആലയം എന്ന് പറഞ്ഞാൽ കൃപാസനം എന്താണെന്നറിയാമോ?
നീന്തിക്കറണം ഇവിടെ. പിന്നെ ഒരു ഈ ചെമ്മീൻ ഷെഡ് പോലെ ഷെഡ് ഉണ്ടായിരുന്നു, അതിനകത്ത് കുറേ മെറ്റൽ കിടപ്പുണ്ടായിരുന്നു. ആ മെറ്റലിൽ ആണ് ഇവിടെ നീന്തിക്കറിയാണ് ഞങ്ങൾ. അവിടെ ഷാജൻ ബ്രദർ വലിയൊരു ബാനർ, ഈ തന്ന വചനം ഒരു വലിയ ബാനറിൽ കെട്ടും. എന്താണ്? ഈ ആലയത്തിൻ്റെ പൂർവ്വമഹത്വത്തെക്കാൾ വലുതായിരിക്കും വരാൻ പോകുന്ന മഹത്വം എന്ന് എഴുതിയിട്ട് ഈ ബാനർ ആ ഷെഡിൽ മുഴുവൻ ഇങ്ങനെ കെട്ടിത്തൂക്കി വെക്കും. അപ്പോൾ അത് ഒരു കൊല്ലം ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഞാൻ ആ കർത്താവിൻ്റെ പ്രവചനത്തിൽ ഞാൻ വിശ്വസിച്ചു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ശരിയല്ലേ? അന്നത്തെ കൃപാസം ഇന്നത്തെ കൃപാസം എന്ന് പറയുമ്പോൾ എന്താ? ഈ ആലയത്തിൻ്റെ പൂർവ്വമഹത്വത്തെക്കാൾ വലുതായിരിക്കും വരാൻ പോകുന്ന മഹത്വം. അത് തന്നെയല്ല വിജയകുമാറിലൂടെയും പറഞ്ഞത്. ഞങ്ങൾ കെട്ടിപ്പൂട്ടി ഇറങ്ങുമ്പോഴാണല്ലോ 2010 പറയണത്. എന്താ പറയണത്? എഗ്രിമെൻ്റ് എന്ന് അമ്മ പറയണമെന്ന് പറയും. അൽമേനികളിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ദർശനങ്ങളിലൂടെയാണ് കൃപാസനം വളർന്നു വന്നത്. ഇന്ന് ദർശനം എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ അതിനെക്കുറിച്ചൊരു വിവരം ഇല്ലാത്തവരിങ്ങനെ ആക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് സഹതാപം തോന്നും. സഹതാപം തോന്നും. എന്ത് ചെയ്യാൻ? അവർക്ക് ദൈവാനുഗ്രഹം കൊടുത്തില്ല. പക്ഷെ നമ്മൾ ഓർക്കണം, അതായത് സൂക്ഷ്മ കാര്യങ്ങൾ പോലും ഞാൻ വിശ്വസിക്കുമായിരുന്നു. കാര്യം അത് വിശ്വസിക്കുമ്പോൾ നമുക്ക് അഭിഷേകം കിട്ടിയാൽ നമുക്കത് കർത്താവിന് സംസാരിക്കണമെന്ന് മനസ്സിലാകും. ആ അഭിഷേകം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓപ്പണിനൊക്കെ താക്കോലില്ലെങ്കിൽ നമ്മളതിനെ അവർക്ക് ആക്ഷേപിക്കും. അതൊക്കെ എളിമയുടെ കുഴപ്പമാണ്. അത് ശരിക്കും ഇത് എളിമപ്പെട്ടാൽ മതി. മറ്റുള്ളവരിലൂടെയും കർത്താവ് പ്രവർത്തിക്കും എന്നുള്ളത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്യണം. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞങ്ങളുടെ കുടുംബത്തെ ഇവിടെ നിർത്തിയതിന്. 2024 ഏപ്രിൽ 24 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അത് ഭർത്താവിൻ്റെ ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ തൈലവും ഉപ്പും ഭക്ഷണത്തിൽ കൊടുക്കുകയും തൈലം ദിവസവും നെറ്റിയിൽ ചാർത്തി പ്രാർത്ഥിക്കുകയും അതുപോലെ പ്രഭാത പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും കൃത്യമായിട്ട് നിർവഹിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി ഒരു 6 മാസങ്ങൾക്ക് ശേഷം തിരികെ ലഭിക്കുകയും അദ്ദേഹത്തിനുണ്ടായിരുന്ന ദുശീലങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറാൻ മാതാവും തിരുക്കുമാരനും സഹായിക്കുകയും ചെയ്തു. അദ്ദേഹം മദ്യപാനത്തിനും പുകവലിക്കും അടിമയായിരുന്നു. അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുന്നത് 2023 ഒക്ടോബറിലാണ് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുന്നത്. ജോലി നഷ്ടപ്പെട്ട് 3-4 മാസം നമ്മൾ വളരെയധികം സ്ട്രഗിൾ ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുന്നത് അദ്ദേഹം ജോലിയിൽ ഈ മദ്യപാനം ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ജോലിയിൽ ചില സമയത്ത് പോകാറുണ്ടായിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുന്നത്. ജോലി നഷ്ടപ്പെട്ട് ഒരു 3-4 മാസം വളരെ സ്ട്രഗിൾ ചെയ്തു. കാരണം കൃപാസനത്തെക്കുറിച്ചെല്ലാം ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് വരാനോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടുന്ന പത്രം തുറന്നു നോക്കാൻ പോലും ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ജപമാല ഞാൻ എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത്, അതായത് ഇനി അങ്ങോട്ട് മുമ്പോട്ടൊരു ജീവിതമില്ല എന്ന് തീരുമാനിച്ച ഒരു സമയത്താണ് ആകസ്മികമായിട്ട് എൻ്റെ മൊബൈലിൽ ഒരു 23 വയസ്സുള്ള ഒരു പയ്യൻ്റെ സാക്ഷ്യം ഞാൻ കേൾക്കുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ അത് റിപ്പീറ്റഡ്ലി ഞാൻ ആ സാക്ഷ്യം കേട്ടു. അതെവിടെയോ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. പിന്നീട് ഞാൻ മൊബൈലിൽ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് നോക്കുകയും കൃപാസനത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും അതിനെക്കുറിച്ച് എന്നോട് ആദ്യം പറഞ്ഞിരുന്നവരോട് ഞാൻ കോൺടാക്റ്റ് ചെയ്ത് ഇതെങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത് എന്നെല്ലാം കൃത്യമായിട്ട് അറിയുകയും ഏപ്രിൽ 2024 ഏപ്രിൽ 22 ഓൺലൈനിൽ ഞാൻ ഉടമ്പടി എടുത്തു. പക്ഷേ 22 ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചു. 23 രാവിലെയും പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എങ്ങനെയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ളത്. അപ്പം ഞാൻ മകളോട് പറഞ്ഞു, നാളെ നമുക്ക് ഉടമ്പടി എടുക്കാം, കൃപാസനത്തിൽ പോകാം. ഇങ്ങോട്ടുള്ള വഴി പോലും എനിക്കറിയില്ല. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ആലുവയിൽ നിന്ന് ബസ് കയറിയാൽ മതി, ആ ബസ്സിൽ നിനക്ക് ആരെങ്കിലും ഉണ്ടാവും വഴികാട്ടിയായിട്ടെന്ന്. അങ്ങനെ പക്ഷേ ബസ്സിൽ കയറിയിരുന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് 2 സ്റ്റോപ്പിന് ശേഷം ഒരു അമ്മയും അവരുടെ മകനും വന്നിരുന്നു. അവരെങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ കൃപാസനത്തിലേക്കാണ്. അവരവരുടെ പ്രശ്നവും ഞാൻ എൻ്റെ പ്രശ്നവും പറഞ്ഞ് ഉടനെ അവരെന്നോട് പറഞ്ഞത് ഇനി വിഷമിക്കേണ്ടി വരില്ല, കാരണം അമ്മയെ ഏൽപ്പിച്ചോളൂ എല്ലാം എന്നാണ്. അങ്ങനെ ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് അതുവരെയും ഇല്ലാത്ത ഒരു കരച്ചിലായിരുന്നു ഞാനിവിടെ നിന്ന് കരഞ്ഞത്. പക്ഷെ ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് അതിലേറെ സന്തോഷത്തോടു കൂടിയാണ്.
അന്ന് കരഞ്ഞ കരച്ചിൽ പിന്നെ എനിക്ക് സങ്കടപ്പെട്ട് കരയേണ്ടി വന്നിട്ടില്ല. മാതാവും തിരുക്കുമാരനും അതിനെനിക്ക് ഇടവരുത്തിയിട്ടില്ല. എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും കൃത്യമായിട്ട് ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പതിയെ പതിയെ എൻ്റെ ഭർത്താവിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ഇങ്ങോട്ട് പ്രാർത്ഥന സമയം ആവശ്യപ്പെടുകയും എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ വരികയും ചെയ്തു. അങ്ങനെ ഒരു ഓഗസ്റ്റ് മാസം എൻ്റെ പുതുക്കേണ്ട സമയത്ത് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം ഇദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാനും ഉടമ്പടി എടുത്താൽ എന്തായിരിക്കും? അപ്പം ഞാൻ പറഞ്ഞു, വളരെ നല്ലതായിരിക്കും, കാരണം മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പം തന്നെ ഒരുപാട് മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചില്ലേ. അങ്ങനെ ഓഗസ്റ്റ് 24 ഞാനും അദ്ദേഹവും കൂടി വന്ന് ഇവിടെ ഉടമ്പടി അദ്ദേഹം എടുക്കുകയും ഇതിപ്പോൾ എൻ്റെ 4ാമത്തെ പുതുക്കലും അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പുതുക്കലുമാണ്. ആ ജോലി കാരണം നമുക്ക് തിരിച്ചു കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച ജോലിയാണ്. അദ്ദേഹത്തിന് എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണത്തിൽ ഉപ്പ് കൊടുക്കുമായിരുന്നു. അതോടുകൂടി പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും അത് എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഞാനും ഉപ്പിട്ട് ഭക്ഷണം കഴിക്കുകയും ഇതെല്ലാം ചെയ്ത് ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡായിരുന്നു. പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും വളരെയധികം അത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം എനിക്ക് ആരോടെങ്കിലും ഒരു ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കില്ലായിരുന്നു അവരോട്. പക്ഷേ ഇപ്പോൾ എത്ര ദേഷ്യം എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും അവരുടെ മുഖത്ത് നോക്കി ഒരു ചിരിയെങ്കിലും ചിരിക്കാനായിട്ട് എനിക്കിപ്പോൾ സാധിക്കും. പിന്നെ അദ്ദേഹത്തിന് ജോലി കിട്ടി. അതിനുശേഷം കാരണം നമുക്ക് ജോലിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. സ്വന്തമായിട്ട് അദ്ദേഹം സ്ഥാപനം തുടങ്ങി, പക്ഷെ അതും സക്സസ് ആയിരുന്നില്ല. അങ്ങനെ ജോലിക്ക് അദ്ദേഹത്തിന് അതിൻ്റെ ഇടയ്ക്ക് ഓഗസ്റ്റ് 24 സെപ്റ്റംബർ 30 ഇന്നൊരു വർഷം തികയാണ്. അദ്ദേഹത്തിന് അന്ന് സെപ്റ്റംബർ 30 രാവിലെ അറ്റാക്ക് വരികയും നമ്മൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ അവിടെയും ദൈവം പ്രവർത്തിച്ചു. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, ഇത് ഗ്യാസിൻ്റെ പ്രശ്നമാണ്, നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഒരു 1.5 മണിക്കൂർ ഒബ്സർവേഷൻ നിർത്തിയിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ നോക്കിയ സീനിയർ ഡോക്ടർ. ഇതിക്ക് മുമ്പ് ഒരു ചെറിയ പ്രശ്നം വന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ട് പോരാമെന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് സീനിയർ ഡോക്ടർ അവിടെ വരുന്നു. സീനിയർ ഡോക്ടർ വന്നപ്പോൾ പുള്ളി ബെഡിൽ കിടന്ന് ഞെരിപിരി കൊള്ളുകയാണ്. അദ്ദേഹത്തിന് വേദനയ്ക്ക് ഒരു കുറവുമില്ല. അപ്പോൾ വേഗം ഡോക്ടർ വന്നിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പ്രശ്നം പറയുന്നുണ്ട്, ആൾക്ക് ഒട്ടും കുറവില്ല, ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് കുറവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഡോക്ടർ ഒന്നുകൂടി റിപ്പീറ്റ് ECG പറഞ്ഞു. ECG പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു, നേരെ ആസ്റ്ററിലേക്ക് പോയിക്കോളൂ, കാരണം ആൾക്ക് അറ്റാക്കായിട്ട് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പോൾ തന്നെ അവർ ആംബുലൻസിൽ ഞങ്ങളെ ആസ്റ്ററിലെത്തിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇവിടെ നെഗറ്റീവായിരുന്ന എല്ലാ റിസൾട്ടുകളും അവിടെ ചെല്ലുമ്പോൾ പോസിറ്റീവായി, ട്രോപ്പയൊക്കെ ഹൈ ആകുന്നു, ECGയിൽ ഹൈ വേരിയേഷൻസ് വരുന്നു, നേരെ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അത് മാതാവിൻ്റെ ഇടപെടൽ. കാരണം 1 മണിക്കൂറിന് ശേഷം തിരിച്ച് വീട്ടിൽ പോകാനിരുന്ന് ഞങ്ങൾ ആൻജിയോപ്ലാസ്റ്റ് ആണ് അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നത്, നമ്മുടെ അടുത്ത് ബ്ലോക്ക് ഉണ്ട്, ആൻജിയോപ്ലാസ്റ്റ്. അങ്ങനെ ഞങ്ങൾ അതിന് ഓരോ പ്രാവശ്യം ICUയിൽ കയറുമ്പോഴും ഞാൻ ഉപ്പും തൈലം ഉപയോഗിക്കുകയും കാശരൂപം വച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ ഭംഗിയായിട്ട് തന്നെ അതൊക്കെ കഴിയുകയും ചെയ്തു. ഞാൻ അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അതിന് ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞു, ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞിട്ടും പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവരും ICUയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവർ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ തൈലം, അവർ ICUയിൽ എന്നോടൊപ്പം കയറുമ്പോൾ ഞാൻ ഈ തൈലവും അവരുടെ കയ്യിൽ കൊടുത്തിട്ട് വച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുമായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത്, ആ കുട്ടി സംസാരിച്ചു, കാരണം അതുവരെ സംസാരിക്കുകയോ കണ്ണു തുറക്കുകയോ ചെയ്യാതിരുന്ന കുട്ടി സംസാരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം പത്രം കൊടുക്കുകയും പ്രാർത്ഥനകൾ അയച്ചു കൊടുക്കുകയും ചെയ്തു. പറ്റുമെങ്കിൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുക, അല്ലെങ്കിൽ കൃപാസനത്തിൽ ചെല്ലാൻ ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജോലിയുടെ കാര്യം സംസാരിച്ചു. ഒക്ടോബറിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നെല്ലാം വരുന്നു. നവംബറിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി പറയുന്നു, നമ്മുടെ സ്ഥാപനത്തിൽ അവരായിട്ടൊന്ന് സംസാരിക്കുക, കാരണം നമ്മൾ റിലേറ്റീവ്സ് തന്നെയാണ് അവർ. അപ്പോൾ ഒന്ന് സംസാരിച്ച് നോക്ക്, ചിലപ്പോൾ അതുവരെ നമുക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നില്ല തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ഇദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്ത് അവർ പറഞ്ഞതിൻ്റെ ഇതിൽ എൻ്റെ ഹസ്ബൻഡ് അവിടെ ചെല്ലുകയും അവിടെ ചെന്ന് അവർ അതിക്ക് മുമ്പ് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്ന്, ജോലി ഇതൊന്നിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാതെ വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും നമുക്ക് നോക്കാം, തിരിച്ച് ഓഫീസിലേക്ക് വരുന്ന കാര്യം നോക്കാമെന്ന് പറഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങളെ കുടുംബമായിട്ട് അവരുടെ വീട്ടിലേക്ക് വിളിക്കുകയും അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ ജോലിയിൽ പ്രവേശിപ്പിക്കുകയും ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാപനത്തിൽ തന്നെ, ഇവിടെ നിന്നാണോ അദ്ദേഹം ഇറങ്ങിയത്, ആ സ്ഥാപനത്തിൽ തന്നെ അദ്ദേഹം ജോലി ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞു, വളരെ അത്രയും സങ്കടത്തോടുകൂടി വന്ന ഞാനിന്ന് കുടുംബമായിട്ടാണ് ഈ ആൾത്താരയുടെ മുൻപിൽ നിന്ന്, മാതാവിൻ്റെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. അതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ സാക്ഷ്യം. പിന്നെ എൻ്റെ മകൾ ഗോപിക ഇപ്പോൾ തൃശ്ശൂർ LLB ലോ കോളേജിൽ LLBക്ക് പഠിക്കുന്നു. അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെയും. കാരണം നമുക്കൊരു പ്രൈവറ്റായിട്ട് പഠിപ്പിക്കുന്നത് വളരെ കോസ്റ്റ്ലിയാണ്, LLBക്കൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കൊണ്ട് സാധ്യമല്ല. പക്ഷെ അവളുടെ ഒരു ഡ്രീമാണ്. അതുകൊണ്ട് തന്നെ
അവളും ഉടമ്പടി എടുത്തിരുന്നു. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മ എനിക്ക് പൈസ കൊടുത്ത് എനിക്ക് പഠിക്കേണ്ട ഇനി അങ്ങോട്ട്, കാരണം ഇവിടുത്തെ ബുദ്ധിമുട്ട് അവൾക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് പൈസ കൊടുത്ത് എനിക്ക് പഠിക്കേണ്ട. അപ്പോൾ അവൾക്കതൊരു വിഷമം ഉണ്ടെന്ന് ഞാൻ ഓർത്ത് സാരമില്ല, എൻട്രൻസ് എഴുതുക. അപ്പോൾ ഒരു കോച്ചിങ്ങിന് പോലും വിടാൻ നമ്മുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഫ്രീ കോച്ചിങ് ഉണ്ടായിരുന്നു എറണാകുളം ലോ കോളേജിൽ. അതിനാണ് അവളൊരു 3 മന്ത്സോളം അവൾ കോച്ചിങ്ങിന് പോകുന്നതും. അവൾക്ക് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ 1000 സംതിങ് ആണ് അവളുടെ റാങ്ക്. ആ റാങ്ക് വെച്ച് കഴിഞ്ഞ വർഷത്തെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ മാക്സിമം 850 റാങ്ക് വരെയാണ് ഗവൺമെൻറ് ലോ കോളേജുകളിൽ. കേരളത്തിൽ ആകെ 4 ഗവൺമെൻറ് ലോ കോളേജ് മാത്രമേ ഉള്ളൂ. അവളുടെ റാങ്ക് വെച്ച് ഒരു കാരണവശാലും ലോ കോളേജിൽ കിട്ടില്ല. പിന്നെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അടുത്തൊരു എയ്ഡഡ് കോളേജാണ്, എന്നാലും ഗവൺമെൻറ് ഫീസ് നമ്മൾ കൊടുക്കണം. അതും ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്താവും. നമ്മളെക്കൊണ്ട് സാധിക്കില്ല എന്ന് തന്നെ നമ്മൾ വിചാരിച്ചു. പക്ഷേ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെയും പഠിക്കാം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി, എൻ്റെ ജോലി, ഞാനൊരു അധ്യാപികയാണ്, അപ്പോൾ നമുക്കത് സാധിക്കും എന്ന രീതിയിൽ അവളത് ഹോപ്പ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അവൾ പറഞ്ഞത് എനിക്ക് പഠിക്കേണ്ട, ഗവൺമെൻറ്റിലല്ലാതെ എനിക്ക് പഠിക്കേണ്ട. അപ്പോൾ അതിന് എക്സാമിന് പോകുന്ന സമയത്ത് തന്നെ അവൾ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചിട്ടാണ് അവൾ എക്സാമിന് പോയത്. അപ്പോൾ 1200 റാങ്ക് വന്നപ്പോൾ അവൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, നീ മാതാവിൽ ഉടമ്പടി വെച്ചിട്ടുണ്ടല്ലോ, സാരല്ല, മാതാവ് അത് നോക്കും, മാതാവിനൊരു നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടാവും, അതായിരിക്കും മാതാവ് നടത്തുക എന്നുള്ളത്. അങ്ങനെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു, മൊബൈലിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു എന്ന് പറഞ്ഞപ്പോൾ നേരെ പ്രെയർ റൂമിലേക്കാണ് ചെന്നത്. പ്രെയർ റൂം എന്നല്ല, ഞങ്ങളൊരു റൂമിലാണ് പ്രെയറിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടേക്ക് ചെന്ന് മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ ട്രയലിൽ വന്നിരിക്കുന്നത് ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂരാണ്. സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല 1200 റാങ്കിൽ അവിടെ കിട്ടും. കാരണം കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു ഹോപ്പുമില്ല. അത് മാതാവ് കൊടുത്ത സമ്മാനമാണ്. അത് ഞാൻ എപ്പോഴും പേടിയായിരുന്നു. ഫസ്റ്റ് ട്രയലാണല്ലോ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും അവൾക്ക് തൃശ്ശൂർ ലോ കോളേജിൽ തന്നെയാണ് കിട്ടിയത്. അവൾ തൃശ്ശൂരാണ് ഇപ്പോൾ പഠിക്കുന്നത്, ഹോസ്റ്റലിൽ നിന്നാണ് ഇപ്പോൾ പഠിക്കാൻ. പോക്ക് വരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ സാക്ഷ്യം പറയാനും മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗം കൊണ്ട് ഇതെല്ലാം സാധിക്കുന്നതോടൊപ്പം തന്നെ ആത്മീയമായിട്ടും വ്യക്തിപരമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ. ഞങ്ങൾ പറഞ്ഞു, ഒരുപാട് ദേഷ്യം, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. കുറേയൊക്കെ ഹസ്ബൻഡ് റോങ് ആയിട്ട് വരുന്നതിന് എൻ്റെ ഒരു സ്വഭാവം കൂടിയുണ്ട്. കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു. അതൊക്കെ കുറേയൊക്കെ കുറഞ്ഞു, പൂർണ്ണമായിട്ടല്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു 100% എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ 70% എന്നിൽ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും എനിക്ക് എന്തെങ്കിലും, കാരണം നമ്മൾ പറയുന്ന പോലെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് നമ്മൾ. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്നവരുടെ എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് കണ്ടാൽ അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവരോട് വളരെ ഹാഷായിട്ടാണ് സംസാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. കുറച്ചൊക്കെ സോഫ്റ്റായിട്ട് അവരോട് മറ്റത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയല്ല, ഞാൻ ചിന്തിക്കുന്ന പോലെ എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം, അറിവില്ലാത്തത് കൊണ്ടാവാം. അത് പറഞ്ഞ് മനസ്സിലാക്കുകയും മറ്റുള്ളവർ പറയുന്നത് കുറച്ചുകൂടി കേൾക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റത് അങ്ങനെയായിരുന്നില്ല, ഞാൻ കുറച്ച് ഡോമിനൻസ് പവറായിരുന്നു, എനിക്ക് എല്ലാം അറിയാമെന്നുള്ളൊരു ചിന്താഗതിയുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേയെല്ലാം താഴാൻ പൂർണ്ണമായിട്ട്, ഞാൻ ഒന്നുകൂടി പറയുന്നു, മാതാവിൻ്റെ മുമ്പിൽ ഇനിയും എളിമപ്പെടാനുണ്ട് ഒത്തിരി. എനിക്ക് അത് എളിമപ്പെടും. കാരണം ഇനി ഉടമ്പടിയിലായിരിക്കും, ഞാൻ എൻ്റെ ജീവിതാവസാനം വരെ ഉടമ്പടിയിലായിരിക്കും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് മാതാവിന് വാക്ക് കൊടുത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ കാരണം എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ അനുഭവങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാം അറിയാം. അതുകൊണ്ട് അതിൽ എനിക്ക് കിട്ടിയ ഓരോ അനുഭവങ്ങളും ഞാൻ അവരോട് പറയുകയും അതുവഴി എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിനും അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയിലാവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കൃപാസനത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പത്രവും ഉപ്പൊക്കെ എന്നോട് ചോദിക്കുന്ന സുഹൃത്തുക്കളാണ് എനിക്ക് ചുറ്റുമുള്ളത്. അതോടൊപ്പം തന്നെ കാരുണ്യപ്രവർത്തികൾ ഒത്തിരി എനിക്ക് ചെയ്തിട്ടില്ല, കാരണം അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടിയാണ് ഞാൻ കടന്നു വന്നത്. പക്ഷേ എന്നാലാവുന്ന വിധത്തിൽ കാരുണ്യപ്രവർത്തികൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും ഉപരി എൻ്റെ മുന്നിൽ വരുന്നവരോട് ഒരു നല്ല വാക്ക് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ. ദൈവം മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് മാധവ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ബൈബിൾ വായന, എനിക്കിപ്പോൾ ബൈബിൾ എനിക്കൊരു ദിവസം സമയം കിട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി ലൂസ് ടോക്കിനായിരുന്നു ഞാൻ ശ്രമിച്ചിരുന്നത്. കാരണം ചുമ്മാ ഗോസിപ്പും അതുപോലെ സംസാരിക്കാനാണ് ഞാൻ സമയം ചിലവഴിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ബൈബിൾ വായിക്കാൻ ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആ ബസ്സിലാണെങ്കിലും ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ മൊബൈൽ ഓൺ ചെയ്ത് ബൈബിൾ വായിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജപമാല, അത് കയ്യിൽ ജപമാല ഇല്ലെങ്കിൽ പോലും ജപമാല ചൊല്ലുകയും സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിലേക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന ജപമാല എടുത്തിടുകയും ഒരു ഫ്രീ ടൈം കിട്ടിയാൽ അതിൽ ഒരു ക്ലാസ്സിൽ കയറുമ്പോൾ അതിൽ പിടിച്ചുകൊണ്ട് കയറാനും, അല്ലെങ്കിൽ എനിക്ക്
ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ ആ ജപമാല ചൊല്ലാനും ഒക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ ദൈവത്തെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ. ബാക്കിയെല്ലാം ദൈവം എനിക്ക് ബോണസായിട്ട് തന്നതാണ്. ദൈവത്തെ കൂടുതൽ അറിയാനും ആഴങ്ങളിലേക്ക് മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം എൻ്റെ കുടുംബത്തെ എനിക്കിതുപോലെ മാതാവിൻ്റെ മുമ്പിൽ ചേർത്ത് നിർത്താൻ സാധിച്ചത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എന്നും ഈ ഉടമ്പടിയിൽ തുടർന്നു കൊണ്ട് പോകാനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്. എൻ്റെ പേര് ജെന്നി വർഗീസ്, തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകളാണ് നിഷ. ഇത് എൻ്റെ പേരക്കുട്ടി ജെറോം. ഇവരുടെ വീട് കടയിനിക്കാടാണ്. ജെറോമിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവന് മാർച്ച് 29 കടുത്ത വയറുവേദനയെ തുടർന്ന് ICH ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ അന്ന് എക്സ്റേ എടുത്തതിൽ നിന്ന് ഭയങ്കരമായ പഴുപ്പ്, അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടാറായ അവസ്ഥയിലായിരുന്നു. ഏപ്രിൽ 1 അവനെ ഓപ്പറേഷൻ ചെയ്യുകയായിരുന്നു. അങ്ങനെ 4 ദിവസം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 5-ാമത്തെ ദിവസം വയറിനുള്ളിൽ പഴുപ്പ് അവർ കണ്ടെത്തി. ഭയങ്കരമായി വയറ് വീർത്തു. അവർ 2 സ്റ്റിച്ച് ഓപ്പൺ ചെയ്ത് പഴുപ്പ് മാറ്റി ക്ലീൻ ചെയ്തു. വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നും കൂടി ഡ്രസ്സ് ചെയ്തു. 13 ഡിസ്ചാർജ് ആക്കി അവർ. 17 വീണ്ടും കൊച്ചിന് നല്ല പനിയായി. വീണ്ടും അവിടെ തന്നെ കൊണ്ടു ചെന്ന് പഴുപ്പ് അവർ പറഞ്ഞു ഇതൊക്കെ ഉണ്ടാവുന്നതാണ്, വൈറൽ ഫീവർ ആവാൻ സാധ്യത. അവർ പനിയുടെ മരുന്ന് തന്ന് ഞങ്ങളെ പറഞ്ഞയച്ചു. അന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കായിരുന്നു, എൻ്റെ മാതാവേ എൻ്റെ കൊച്ചിന് ഒരു കുഴപ്പമുണ്ടാവില്ലേ, ആകപ്പാടെ ഒരു കുഞ്ഞേ ഉള്ളൂ, പരിശുദ്ധ അമ്മേ ഈശോപ്പച്ച ഒരു കുഴപ്പമുണ്ടാവില്ലേ. 19 അവന് ഭയങ്കരമായി വേദനയായി. കൈകാലുകൾ കോച്ചി പിടിക്കാൻ തുടങ്ങി. കൈകാലുകളൊക്കെ ബലം പിടിച്ച് അവന് രാത്രി ഭയങ്കര പ്രശ്നമായി. 20 ഈസ്റ്ററിൻ്റെ അന്ന് ഭയങ്കരമായ പ്രയാസം കണ്ട് ഞങ്ങൾ വേഗം തന്നെ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, എക്സ്റേ എടുത്തു. ഭയങ്കരമായ ഇൻഫെക്ഷനാണ്, ഉള്ളിൽ നിറച്ച് പഴുപ്പാണ്, കുടലാകെ പ്രശ്നത്തിലായിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് പീഡിയാട്രി സർജനുള്ള ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഈസ്റ്റർ ആയതുകൊണ്ട് എല്ലാ ഹോസ്പിറ്റലിലും സർജന്മാരുണ്ടായില്ല. അവർ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ബിലീവിയർ ഹോസ്പിറ്റലിൽ, തിരുവല്ല ബിലീവിയർ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുള്ളൂ. അവിടേക്ക് പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു. അവിടെ ചെന്ന് അവർ 3 ദിവസം അവർ ആൻറ്റിബയോട്ടിക് കൊണ്ട് അവർ നോക്കി, മെഡിസിൻ ചെയ്ത് നോക്കി. പക്ഷേ കൊച്ചിന് ഒരു കുറവും കാണുന്നില്ല. വയറ് വീർത്ത് തുടങ്ങി, ഛർദിൽ തുടങ്ങി. അവർ ട്യൂബിട്ട് വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, എപ്പോഴും ഛർദി തന്നെ. അങ്ങനെ അവർ എക്സ്റേയിൽ കാണുന്നത് ഭയാനകമായ ദൃശ്യങ്ങളാണ്. കുടലൊക്കെ ചുരുങ്ങി, അവനൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, കുടലുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. മെയിൻ ഡോക്ടർ വന്ന് പറഞ്ഞു ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല, 90% ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓപ്പറേഷൻ ചെയ്താലും 90% ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല, ആകെ 10%. നിങ്ങൾ ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുക. ഞങ്ങൾ അമ്മ മാതാവിനോട് വിളിച്ച് കേണപേക്ഷിക്കായിരുന്നു. 22 വൈകുന്നേരമായപ്പോൾ ഇവിടെ ഉടമ്പടി സമർപ്പിച്ചിരിക്കുന്ന ഇവരുടെ ആൻറ്റി വിളിച്ച് പറഞ്ഞു ഇവിടേക്ക് സ്റ്റാഫ് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാം, കൊച്ചിനൊന്നും സംഭവിക്കില്ല, ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണം. അങ്ങനെ അവർ എൻ്റെ ആങ്ങളയുടെ മോള് ഇവിടെ ആദ്യം ഉടമ്പടി എടുത്തിരുന്ന ആ കുട്ടി എണ്ണയും ഉടമ്പടി തൈലവും ഉപ്പും കൊടുത്തിരുന്നു. ഞാൻ എന്ത് ചെയ്തു, അന്ന് രാവിലെ 23 രാവിലെ ഞാൻ ഇവൻ്റെ നെറ്റിയിൽ ഉടമ്പടി തൈലം തേച്ചു. എൻ്റെ മോനൊരു വെള്ളം പോലും കൊടുക്കാൻ പാടില്ല എന്ന് ആ ഡോക്ടർമാരവിടെ പറഞ്ഞിരുന്നത്. എൻ്റെ മോനെ ആരും കാണാതെ ഞാൻ തേനെടുത്ത് എൻ്റെ മോൻ്റെ ചുണ്ടയിൽ പെരട്ടി ഉള്ളിലാവാൻ കരുതി. എന്നിട്ടൊരു തുണ്ട് വെള്ളമെടുത്ത് ഞാൻ തുടച്ച് മോനെ അത് ഇറക്കി വിടാൻ പറഞ്ഞു. അങ്ങനെ അത് ഇറക്കി വിട്ടു അവൻ. അന്ന് അവർ അത് കഴിഞ്ഞ് എക്സ്റേക്ക് കൊണ്ടുപോവുകയാണ്. അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ എക്സ്റേ റൂമിലേക്ക് കയറ്റി. ഞങ്ങൾ കരഞ്ഞുകൊണ്ട് ഞാൻ കൊന്ത് ചെല്ല്, പരിശുദ്ധ അമ്മേ ആകെപ്പാടെ ഈ ഒരു പൊന്നു മോനല്ലേ ഉള്ളൂ, ഈ 5.5 വയസ്സായി കൊച്ച്, ഇനി ഒരെണ്ണം ഇവൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ പൊന്നുമോനെ ഞങ്ങൾക്ക് തായോ അമ്മയെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പം അവിടെ എവിടെ നിന്ന് എനിക്കറിയില്ല, ഒരു വെളുത്ത് സുന്ദരിയായ ഒരു ചേച്ചി പെണ്ണ് എഴുന്നേറ്റ് വന്ന് ഒരു ക്രൂശിത രൂപം എടുത്തിട്ട് ആ ചേച്ചി പറയാ എൻ്റെ കയ്യിൽ തന്നിട്ട്, മോളെ ഇത് അവൻ്റെ കയ്യിൽ കൊടുക്കുക, അവന് ഈ ഈശോയ്ക്ക് അവനെ രക്ഷിക്കാൻ സാധിക്കും. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചിയുടെ ആരായിക്ക് എടുക്കണം ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ? എൻ്റെ മോനും ഇവിടെ എക്സ്റേ എടുക്കാൻ കയറ്റിയിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഒന്നും സംഭവിക്കില്ല, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ക്രൂശിത രൂപം, ഈശോ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന രൂപം എൻ്റെ കയ്യിൽ അവർ തരിക. അങ്ങനെ ഉണ്ണീനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കടത്തി കൊണ്ടുവന്നിട്ട് ഞാൻ അവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു, പിടിപ്പിച്ചു അവനെ. മോനെ, കർത്താവിനെ വിളിക്കട, മക്കളെ രക്ഷിക്കുക, കർത്താവാണ്. അമ്മ മാതാവിലൂടെ ഈശോ നമ്മെ രക്ഷിക്കൂടാ, ഈശോ അപ്പച്ച നമ്മളെ രക്ഷിക്കും. ആ കൊച്ച ആ ക്രൂശിത രൂപം ഇങ്ങനെ കൈ പിടിച്ച് നോക്ക്, ആരെയും അവൻ ശ്രദ്ധിക്കുന്നില്ല. അവൻ പറയണേ, എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കണമേ, എത്രയും പെട്ടെന്ന് എന്നെ വീട്ടിലേക്ക് എത്തിക്കണമേ. ഇങ്ങനെ തന്നെ അവൻ പ്രാർത്ഥിച്ച്. എന്നിട്ട് അവർ എക്സ്റേയിൽ കണ്ടത് അവരൊന്നും പറഞ്ഞില്ല ഞങ്ങളോട് റിസൾട്ട്. അവർ പറഞ്ഞു L മോഡൽ വയറ് കീറണം, ഒരു ഓപ്പറേഷൻ ചെയ്തതിൻ്റെ മുകളിൽ കൂടെയാണ് മേജർ സർജറി ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ഭാഗത്തുനിന്നൊന്നും ചെയ്യാൻ പറ്റില്ല, 90% പ്രതീക്ഷിക്കേണ്ട, കോമ സ്റ്റേജിലേക്ക് പോകും, ചിലപ്പോൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ പിന്നെയൊക്കെ ദൈവം തമ്പുരാൻ്റെ ഇഷ്ടം പോലെ ഞങ്ങൾ ചെയ്യണം. ചിലപ്പോൾ വെൻറ്റിലേറ്ററിൽ കിടക്കണം, ഒരാഴ്ച ICUവിൽ വേണം, ഓക്സിജൻ സപ്പോർട്ട് ആവശ്യമാണ്, ബ്രീത്ത് എടുക്കാൻ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞ്, സ്കോപ്പില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി കൊച്ചിനെ. ഞാൻ കൊന്ത് ചൊല്ലി പുറത്തിരിക്കുക, ഇവളും പ്രാർത്ഥിക്കുക. ഞങ്ങളവിടെ ചെന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴുണ്ട്, ആദ്യം തന്നെ അനസ്തേഷ്യ ഡോക്ടർ പുറത്ത് വന്നപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ സക്സസ്, ഒരു കുഴപ്പമില്ല അവന്. കാരണം ആ ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ ഓപ്പറേഷൻ കഴിഞ്ഞ അരമണിക്കൂറിനുള്ളിൽ കണ്ണ് തുറന്നു. ഒരു വെന്റിലേറ്റർ സപ്പോർട്ടില്ലാതെ, ഒരു ഓക്സിജൻ സപ്പോർട്ടില്ലാതെ അവൻ ആദ്യം ചോദിച്ചത് എൻ്റെ അമ്മ എവിടെ? അപ്പോൾ പറഞ്ഞു, അമ്മയുടെ പേരെന്നാ മോനെ? നിഷ്യ എന്ന് പറഞ്ഞു. കൈകാലുകളൊക്കെ അനക്കാൻ പറഞ്ഞു, കൈകാലുകൾ അടക്കി. അവൻ സംസാരിച്ചു, ഒരു സപ്പോർട്ടില്ലാതെ. പരിശുദ്ധ അമ്മ മാതാവ് ഈശോപ്പച്ചൻ അവിടെ തേരിറങ്ങി വന്ന് അവനെ രക്ഷിക്കായിരുന്നു. 90% കിട്ടില്ല എന്ന് പറഞ്ഞ ഈ പൊന്നുമോൻ 3 മാസം, ഡോക്ടർമാർ 3 മാസം. ഞാനപ്പോൾ ഇവിടെ സ്റ്റാഫിനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ സാക്ഷ്യം പറയാൻ സമയമായോ? അപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 മാസമായിട്ടുള്ളൂ, 1 മാസം കഴിഞ്ഞിട്ടുള്ളൂ ഉടമ്പടി എടുത്തിട്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി 1 മാസം കഴിഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്കൊന്നും ഇപ്പോൾ വിടണ്ട, എന്നാൽ ഈ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അവന് ഒരു മരുന്നോ ഒക്കെ മരുന്നൊന്നുമില്ല, ഇവനെ സ്കൂളിലേക്ക് പോകണ്ട. ഈ ഓണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ജെറോമിനെ സ്കൂളിലേക്ക് വിട്ടു തുടങ്ങാൻ. അവന് സ്കൂളിൽ ടോപ്പാ, നമ്പർ 1 ഇപ്പോഴും എല്ലാത്തിലും ടോപ്പായി നിൽക്കുന്നത്. UKG-യിലാണ് അവൻ പഠിക്കുന്നത്. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ അമ്മ മാതാവിലേക്ക് അടുക്കാൻ, ഈ ഉടമ്പടിയിലേക്ക് വരാനായിട്ട് ഇവന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഇറ്റലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ വിസയ്ക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്തിരുന്നു. പരിശുദ്ധ അമ്മ മാതാവിനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടേ ഞാൻ പോയിരുന്നത്. പക്ഷേ എനിക്ക് റിജക്ഷനായിരുന്നു വന്നിരുന്നത്. അപ്പം ഞാൻ പരാതി പോലെ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ എത്രയും ഞാൻ പ്രാർത്ഥിച്ചില്ലേ, എന്നെ എന്തേ അമ്മേ, എനിക്കൊരു ജോലി ഒന്നും ആക്കി തരാത്ത എന്തേ? ഞാൻ പരാതിയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ നിങ്ങൾക്കറിയോ, എനിക്ക് ചെറുപ്പം മുതലേ അമ്മേനെ ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വീഴ്ചകളുണ്ടാകുമ്പോൾ പരാതി പറയുന്നവരോ ഒരുപാട് പേരും. അതിനെ എന്നെ ഒരു സാക്ഷിയാക്കായിരുന്നു. പിറ്റേ ദിവസം ഒരു സഹോദരി എന്നോട് വന്ന് പറഞ്ഞു, കൃപാസനത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാൻ, നീ പോരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് കാലമായിട്ടുള്ളൊരു ആശയാണ് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോണെന്ന്. ഒരുപാട് പേര് സാക്ഷ്യങ്ങളെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്, ഞാനും വരുന്നുണ്ട്. എന്നെ പിറ്റേ ദിവസം സഹോദരി കൊണ്ടുവന്നു, നീ ഉടമ്പടി എടുക്കുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് സാധിക്കുമോ? ഇല്ല, എനിക്ക് സാധിക്കില്ല, ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ കാലുകൾ തന്നെ ചലിക്കുകയായിരുന്നു. അങ്ങോട്ട് ആ ചേച്ചി എന്നെ അന്വേഷിച്ചു, ഞാൻ ഉടമ്പടി ക്ലാസ്സിലാണ്.
ഞാൻ എന്നിട്ട് ഉടമ്പടിയൊക്കെ എടുത്തു, എനിക്കിത് സാധിക്കും. പക്ഷേ ഇന്ന് നേരം വെളുക്കുമ്പോൾ ഞാൻ എല്ലാം പാലിക്കുന്നുണ്ട് മക്കളെല്ലാം ഞാൻ പാലിക്കുക. ദിവസവും പള്ളിയിൽ കുർബാന അർപ്പിക്കാൻ ഞാൻ പോകും. നേരത്തെ എഴുന്നേറ്റ് എല്ലാ ജോലിയും കഴിച്ചു വെച്ച് ഞാൻ അരമണിക്കൂർ മുൻപ് കൊന്തയിൽ പങ്കെടുത്ത് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. കാര്യപത്രം വിതരണം ചെയ്യുന്നുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്. ഭക്ഷണമായി കൊടുക്കാൻ പറ്റില്ലെങ്കിലും കാശ് കൊടുത്ത് ഇന്ന് ഭക്ഷണം മേടിച്ചോ എല്ലാ ആഴ്ചയും ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാം. അതേമാതിരി തന്നെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും തിരികത്തിച്ചിട്ടുണ്ട് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. രാത്രി 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും, 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് 5:30 തിരികൊളുത്തി ഞാൻ പ്രാർത്ഥിക്കും. എന്നെ ഒരുക്കുകയായിരുന്നു ഈ പുത്രന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി. എന്നെ യൂറോപ്പിലേക്ക് വീസ അടിച്ച് ഈശോ മാതാവ് എന്നെ വിടുമായിരുന്നെങ്കിൽ ഞാനിത് നടത്തില്ല. എന്നെ ഇതിനു വേണ്ടി റിജക്ഷൻ ചെയ്ത് നിർത്തുമായിരുന്നു. കാരണം പ്രാർത്ഥനയിൽ ഒന്നും കൂടി അടുത്ത് ജീവിക്കാൻ എനിക്ക് പരിശുദ്ധ അമ്മേനെ ഒരുപാട് ഇഷ്ടമാണ്, ഈശോ അപ്പച്ചനെയും ഇവർ രണ്ടുപേരും ഒരുപാട് ഇഷ്ടമാണ്. ഈ മകനിലൂടെ കൂടുതൽ ഞാൻ അടുത്തു. കിട്ടൂല എന്ന് പറഞ്ഞ് സ്വന്തം ഈ മകനെ കിട്ടിയപ്പോൾ അപ്പോൾ ഈശോയ്ക്ക് നന്ദി. ഇത്രയും മോനെ തിരിച്ചു തന്നതിന് അമ്മ മാതാവിനും ഈശോ അപ്പച്ചനും 1000 പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന ഒരു സാക്ഷ്യം പറയുവാനായിട്ട് അമ്മ മാതാവും തിരുക്കുമാരനും സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് അനിത മേരി മാത്യൂസ്. ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2025 ജൂലൈ 18-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ ജർമ്മൻ്റെ എക്സാമിൻ്റെ പരീക്ഷാ വിജയത്തിന് വേണ്ടിയായിരുന്നു. ഞാൻ 2014 നഴ്സിംഗ് പൂർത്തീകരിച്ചത്. അതിനുശേഷം യൂറോപ്യൻ കൺട്രിയിലോട്ട് വേണ്ടി ഞാൻ IELTS ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 9 തവണയോളം പരീക്ഷ എഴുതി, പക്ഷേ എല്ലാത്തിലും എനിക്ക് പരാജയമായിരുന്നു. പക്ഷേ പഠിക്കുന്ന സെൻറ്ററിലെ ടീച്ചറൊക്കെ പറയുമായിരുന്നു അനിതയ്ക്ക് കിട്ടും, പരീക്ഷ വിജയിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു തവണ പോലും എനിക്ക് വിജയിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ പള്ളിയിലൊക്കെ ഞാൻ കുർബാന സ്വീകരിക്കാനൊക്കെ ചെല്ലുമ്പോൾ മറ്റുള്ളവരുടെ പരിഹാസവും അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് തളർന്നിട്ടുണ്ട് ആ സമയത്ത്. അതിനുശേഷം ഞാൻ OET പഠിക്കാനായിട്ട് പോയി. OET പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കൊണ്ട് പാസ്സായിരുന്നു. പക്ഷേ ഞാൻ പ്രോസസ്സിങ് തുടങ്ങി, UK പ്രോസസ്സിംഗ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പ്രോസസ്സിങ് തുടങ്ങി 2ാം സ്റ്റേജ് എത്തിയപ്പോഴാണ് UK ഗവൺമെൻറ് മാറുന്നതും അവിടുത്തെ നിയമങ്ങളൊക്കെ മാറുന്നതും. അപ്പോഴും എനിക്ക് മുന്നിലായിട്ട് തടസ്സം തന്നെ വന്നു. മുന്നോട്ട് പോകാൻ പറ്റാത്തതായി. ഒരു ഇൻ്റർവ്യൂ പോലും എനിക്ക് വരുന്നില്ല. അപ്പോഴും എനിക്ക് ഒരുപാട് വിഷമമായി. എന്താണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തടസ്സങ്ങൾ വരുന്നതെന്ന് ഞാൻ ഓർത്തു. അപ്പോഴൊക്കെ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷേ അത്രയും ഭക്തിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. അതിനുശേഷം ഞാൻ ജർമ്മൻ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു. ഞാനിപ്പോൾ A2 പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് ഗോപിക എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ മുൻപേ കേട്ടിട്ടുണ്ടായിരുന്നു കൃപാസനത്തെക്കുറിച്ച്. പക്ഷേ ഞാൻ ഒരു CSI വിശ്വാസി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് കർത്താവിനോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ എന്നൊരു കാര്യമായിരുന്നു എനിക്ക് തോന്നിയിരുന്നത്. അപ്പോൾ എന്നോട് ഏറ്റവും തൊട്ടേ ഗോപിക സ്ഥിരമായിട്ട് പറയുമായിരുന്നു നമുക്ക് ഉടമ്പടി എടുക്കണം, നമുക്ക് സാക്ഷ്യം ചെന്ന് പറയണം എന്നൊക്കെ. അപ്പോൾ B2 കയറിയ സമയത്ത് ഞങ്ങൾ ഡേറ്റ് എടുത്ത സമയത്ത് എന്നോട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മുന്നോട്ട് എനിക്ക് മുന്നേ ഇതുവരെ തോൽവികളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്, ഞാൻ ഇപ്പോഴേ സാക്ഷ്യം പറയുന്നില്ല, എനിക്ക് വിസയൊക്കെ വന്നതിന് ശേഷം ഉറപ്പായിട്ട് മാത്രമേ ഞാൻ സാക്ഷ്യം പറയത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ജർമ്മൻ്റെ എക്സാം എഴുതാൻ പോയപ്പം എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്ക് ജർമ്മൻ വലിയ കുഴപ്പമില്ല, ക്ലാസ്സിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഞാൻ ഓരോ ലെവലും ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി എഴുതുന്ന പരീക്ഷകളൊക്കെ പാസ്സാകുന്നുണ്ട്. അപ്പം ഉടമ്പടി ഞാൻ എടുത്തത് ജൂലൈ 18-ാം തീയതിയാണ് ഈ വർഷം എടുത്തത്. അപ്പോൾ ജർമ്മൻ്റെ എക്സാം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഞാൻ പാസ്സാകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എക്സാമിന് പോയിട്ട് എനിക്ക് ഒരുപാട് ഭയങ്കര പാടായിട്ട് എക്സാം തോന്നി. ഞാൻ എന്നിട്ട് എന്നെക്കൊണ്ട് തന്നെ ചില അബദ്ധങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതുപോലും തെറ്റിച്ചൊക്കെ ഞാൻ വെച്ചു. അതിനുശേഷം ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു എന്നെക്കൊണ്ട് ഇത് പാസ്സാവാൻ പറ്റത്തില്ല, ഭയങ്കര പാടായിരുന്നെന്ന് ഞാൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം ഞാൻ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ ഒരു എക്സാം എന്നെ എങ്ങനെയെങ്കിലും പാസ്സാക്കി തരുവാണെങ്കിൽ ഞാൻ റിസൾട്ട് അറിയുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ വന്ന് അമ്മയോട് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഞങ്ങളുടെ റിസൾട്ട് നോർമലി അറിയുന്നത് 45 ദിവസം കൊണ്ടായിരുന്നു. ഞാൻ ജൂലൈ 30-ാം തീയതിയാണ് പരീക്ഷ എഴുതിയത്. ഞാനപ്പോൾ ഇവിടെ അതിന് മുമ്പായിട്ട് അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷയ്ക്ക് ഞാൻ പങ്കെടുത്തു. കാശുരൂപം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഉപ്പ് അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് എൻ്റെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പം സെൻറ്ററിലുള്ള എക്സാമിനേഴ്സ് ഇൻവിജിലേറ്റേഴ്സ് പറഞ്ഞു അവിടെ ഇങ്ങനത്തെ വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ ഞാൻ എൻ്റെ പോക്കറ്റിൽ കരുതിയിട്ടുണ്ടായിരുന്നു ഉപ്പ്. പിന്നെ ഞാൻ വെഞ്ചരിച്ച തൈലം നെറ്റിയിലും പാസ്പോർട്ടിലും കുരിശ് വരച്ചിട്ടാണ് ഞാൻ എക്സാമിന് കയറിയത്. അതിനുശേഷം എൻ്റെ റിസൾട്ട് 60 ദിവസം കൊണ്ടാണ് അറിഞ്ഞത്. അപ്പം 45 ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊരുപാട് വിഷമമായി. ദൈവമേ, ഇത് എന്തുകൊണ്ടാണ് വീണ്ടും ഈ തടസ്സങ്ങൾ വരുന്നത്? ഞാനിപ്പം അമ്മയുടെ അടുത്ത് വീണ്ടും ഞാൻ പറഞ്ഞു, അമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഞ്ചാരി മാതാവേ എനിക്ക് വേണ്ടി അവിടെ ചെന്നിട്ട് അമ്മയായിരിക്കണം അവിടെ ഇൻവിജിലേറ്ററായിട്ട് എനിക്ക് മാർക്ക് ഇടേണ്ടതെന്ന് പറഞ്ഞായിരുന്നു ഞാൻ അപേക്ഷിച്ചിരുന്നത്. അതിനുശേഷം ഇന്നലെയാണ് എൻ്റെ റിസൾട്ട് വന്നത്. ഫുൾ മൊഡ്യൂളും എനിക്ക് ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് തന്നെ എനിക്ക് പാസ്സാകുവാനായിട്ട് സാധിച്ചു. അതിന് അമ്മ മാതാവിനോട് ഒരുപാട് ഞാൻ നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. പരീക്ഷ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഒരുപാട് പാടായിരുന്നു. കാരണം ഞാൻ എഴുതിയ 4 മൊഡ്യൂൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അറിയാമെന്ന് ഞാൻ വിചാരിച്ചു പോയത്, എളുപ്പമാണെന്ന് ഞാൻ വിചാരിച്ചു പോയ എഴുത്ത് പരീക്ഷകളിൽ എനിക്ക് ഒരുപാട് തെറ്റുകൾ ഞാൻ വന്നായിരുന്നു. എന്നെക്കൊണ്ട് തന്നെ ഞാൻ അബദ്ധത്തിൽ കുറേ തെറ്റുകൾ വരുത്തിയായിരുന്നു. അതല്ലാതെ തന്നെ പരീക്ഷ പാടായിരുന്നു. പിന്നെ സ്പീക്കിംഗ് വന്നപ്പോൾ 3 സെക്ഷനാണ് സ്പീക്കിങ്ങിനുള്ളത്. ആദ്യത്തെ ഞാൻ നല്ലതായിട്ട് തന്നെ പറഞ്ഞു. അടുത്ത സെക്ഷൻ വന്നപ്പോൾ ഒരു പാർട്ട്ണറുമായിട്ട് ചേർന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോഴും എനിക്ക് നല്ല രീതിയിൽ പറയാനായിട്ട് സാധിച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ ഇത് പാസ്സാകുമോ? എങ്കിലും എനിക്ക് കൂടുതലായിട്ട് പാടായിട്ട് തോന്നിയത് റൈറ്റിംഗ് എക്സാം ആയിരുന്നു. അതിനായിരിക്കും എനിക്ക് കൂടുതൽ ഭയം തോന്നിയത്. ഞാൻ പരീക്ഷ എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ആ പരീക്ഷ. അപ്പം ഞാൻ അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഉറപ്പായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ്, മാതാവേ എനിക്ക് എന്താണെന്ന് ഉത്തരം പറഞ്ഞ് അമ്മ എന്താണെന്ന് പറഞ്ഞു തരുന്നത് അതെനിക്ക് പറഞ്ഞു തരുന്നത് ഞാൻ ആ രീതിയിൽ ഉത്തരം എഴുതത്തുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് പാടായിരുന്നു. അതായത് ഹിയറിംഗ് ഒക്കെ ഒരുപാട് പാടായിരുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. പക്ഷേ അമ്മ മാതാവ് എനിക്ക് എന്താണോ എഴുതാനായിട്ട് എന്നെ നയിച്ചത് ആ ഒരു ഉത്തരങ്ങൾ ഞാൻ അമ്മയോട് അപേക്ഷിച്ചിട്ട് തന്നെയാണ് ഓരോന്നും ഞാൻ ക്ലിക്ക് ചെയ്തത്. അതിനുശേഷം പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഫുൾ മൊഡ്യൂളും പാസ്സാകുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു ഇത് ഇടപെട്ട് എനിക്ക് അത്രയും പാടാന്ന് ഞാൻ തോക്കുമെന്ന് ഉറച്ചിരുന്ന ഒരു പരീക്ഷ എന്നെ വിജയിപ്പിച്ചത് അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിച്ചു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ടും കാരുണ്യ പ്രവർത്തനങ്ങളായിട്ടും ചെയ്യുന്നത് എൻ്റെ 3-ാമത്തെ മാസമാണ് ഉടമ്പടിയുടെ. അപ്പോൾ ആദ്യത്തെ 2 മാസങ്ങളും ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോയിട്ട് ബസ് സ്റ്റാൻഡുകളിലും പൊതുസ്ഥലങ്ങളിലൊക്കെ ഞാൻ കൊടുത്തു. അപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി വാക്യങ്ങൾ പത്രത്തിനകത്തൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഞാൻ എല്ലാവർക്കും കൊടുത്തിരുന്നത്. ഞാനപ്പോൾ അമ്മയോട് പറഞ്ഞിരുന്നു, ദൈവമേ ഇത് അർഹിക്കുന്ന കൈകളിൽ തന്നെ വന്ന് ചേരണമേ, എന്നിലൂടെ ആരെങ്കിലും കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അവർക്കൊരു കൃപ ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കൊടുത്തിരുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു പാലിയേറ്റീവ് സെൻ്റർ ഉണ്ടായിരുന്നു. അവിടെ ഭക്ഷണ സാധനങ്ങൾ മേടിച്ച് കൊടുക്കുകയും അവിടെയുള്ള അമ്മമാരുടെ അടുത്ത് പോയി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ മുന്നിലായിട്ട് ആവശ്യങ്ങൾ സഹായങ്ങളൊക്കെ പറഞ്ഞ് തരുന്ന ചോദിക്കുന്ന എല്ലാവർക്കും എന്നാലാവുന്ന വിധം സഹായം ചെയ്യുമായിരുന്നു. എനിക്കിപ്പം ജോലിയൊന്നും ഇല്ലെങ്കിൽ കൂടെ എന്നാലാവുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. അതിനേക്കാളും വലിയൊരു എനിക്ക് ചേഞ്ച് വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മീയ ജീവിതത്തിലെ വളർച്ചയാണ്. മുന്നേ ഞാൻ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, പക്ഷെ അതിലൊക്കെ ഒരു ഉഴപ്പ് വന്നായിരുന്നു. എനിക്കിങ്ങനെ ഓരോ തിരിച്ചടി കണ്ടുകൊണ്ട് ഞാൻ ദൈവത്തെ ഒരു രീതി തള്ളിപ്പറഞ്ഞൊരു സ്റ്റേജ് വരെ ഉണ്ടായിരുന്നു. എനിക്കിതുപോലെ ഇത്രയും പ്രാർത്ഥിച്ചിട്ടൊന്നും എനിക്കൊരു അനുഗ്രഹം കിട്ടുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് അച്ഛൻ്റെ ധ്യാനം കൂടുകയും ഒരുപാട് നിയോഗങ്ങളിലുള്ള സംശയങ്ങൾ എനിക്ക് ധ്യാനത്തിൽ നിന്നൂടെയും എനിക്കിവിടുത്തെ സാക്ഷ്യങ്ങളിലൂടെയും എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. എൻ്റെ ഉടമ്പടിയിൽ എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്തൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഞാൻ പള്ളിയിൽ സ്ഥിരമായിട്ട് പോകും. പള്ളിയിൽ പോയിട്ട് കുർബാന സ്വീകരിക്കുന്നത് പണ്ടൊക്കെ പോയിട്ട് ഒരു ക്രമം എന്നുള്ളൊരു നിലയ്ക്ക് പോയി സ്വീകരിക്കുവാണെങ്കിൽ ഇന്ന് എനിക്ക് കുർബാന സ്വീകരിക്കുമ്പോൾ മനസ്സരിഞ്ഞ് ഉരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു വിശുദ്ധിയോടുകൂടെ തന്നെ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കുർബാന സ്വീകരിക്കുന്നത്. പിന്നെ കുടുംബ പ്രാർത്ഥന ഒരിക്കൽ പോലും മുടക്കുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ പലപ്പോഴും കുടുംബ പ്രാർത്ഥന മുടങ്ങിയിരുന്നു. പക്ഷെ ഇപ്പം ഞാനാണ് ഇനീഷ്യേറ്റ് ചെയ്ത് കുടുംബ പ്രാർത്ഥന നടത്തുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എല്ലാവരും കൂടുതലായിട്ട് ദൈവത്തിലോട്ട് ഒരു പുറകോട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു നിയോഗം എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൂടുതലായിട്ട് എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ദൈവത്തിലോട്ട് കൂടുതൽ അടുപ്പിക്കണം എന്നുള്ളൊരു ലക്ഷ്യം ഇപ്പം എനിക്കുണ്ട്.
പണ്ടൊക്കെ എന്തെങ്കിലും ഒരു തിരിച്ചടി വരുമ്പോൾ ഞാൻ ഒരുപാട് തളർന്നു പോകുമായിരുന്നു. ഇതെൻ്റെ ജീവിതം ഇതോടെ നിന്നു, അങ്ങനൊരു ചിന്തയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ അമ്മയോടാണ് പറഞ്ഞേക്കുന്നത്. അമ്മ ഉറപ്പായിട്ടും എന്നെ ഉറപ്പായിട്ടും അതിന് വിജയം നൽകിയിരിക്കുമെന്നൊരു വിശ്വാസം എനിക്കിപ്പോഴുണ്ട്. ഒരിക്കലും ഞാൻ തകർന്നു പോകത്തില്ല. ഉറപ്പായിട്ടും എൻ്റെ അമ്മ എന്നെ രക്ഷിക്കുമെന്നൊരു വിചാരം എനിക്കുണ്ട്. മുന്നോട്ടും എനിക്ക് അമ്മ മാതാവ് എനിക്ക് തരുന്ന ആത്മീകമായ വളർച്ചയും ഭൗതികമായ അനുഗ്രഹങ്ങളും എല്ലാം ഞാൻ ഉറപ്പായിട്ടും ഇനിയും വന്ന് ഞാൻ സാക്ഷ്യം പറയും. എല്ലാം ഇതുവരെ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും അമ്മ മാതാവിനോട് തിരുക്കുമാരനോടും സ്തുതിയായിരിക്കട്ടെ. ഞാൻ കഴിഞ്ഞ 2023 ഞാൻ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. ഉടമ്പടി എടുത്തത് 28/3/2023 എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒമാനിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയ ശേഷം ഒക്ടോബർ മാസത്തിൽ ഞാനൊരു ദിവസം വൈകുന്നേരം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് 7:30 മണിയായപ്പോൾ പുറത്തൊരു ചായ കുടിച്ച് വെച്ച് എൻ്റെ വണ്ടിയിൽ ഓഫീസിൻ്റെ പുറത്ത് പാർക്ക് ചെയ്തിട്ട് വണ്ടിയിലിരുന്ന് ഫോൺ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ വന്ന് അവിടെ ഒരു ഒമാനി സ്ത്രീ എൻ്റെ വണ്ടിയുടെ സൈഡിൽ കൂടെ ചേർന്ന് വരികയും അവർ അവിടെ ബ്ലോക്കിൽ എൻ്റെ വണ്ടിയിൽ വന്ന് ഉരച്ച് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഡോറ് തൊട്ട് ഫ്രണ്ട് ബമ്പർ വരെ ഒരു സൈഡ് അങ്ങ് അടിച്ച് പൊളിച്ചുകൊണ്ട് അങ്ങ് പോയി. ഞാൻ ഇവരെ ഹോൺ അടിക്കുന്നുണ്ട്, ഹെഡ്ലൈറ്റ് പാസ് ചെയ്ത് കാണിക്കുന്നുണ്ട്, ഇവർ നോക്കുന്നേ ഇല്ല. ഞാൻ എൻ്റെ ഗ്ലാസ് താത്തിയിട്ട് അവരുടെ വണ്ടിയിൽ 2 പ്രാവശ്യം കൈ വെച്ചും തട്ടി അവരെ വിളിച്ചു. പെട്ടെന്ന് അവരുടെ ഡോറ് തുറന്ന് അവർ പുറത്തിറങ്ങി വന്ന് സ്റ്റൂപ്പിഡെന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്ത്, വളരെ റൗഡായിട്ട് അവരെൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിച്ചതിന് ശേഷം എന്നെ സ്റ്റുപ്പിഡെന്ന് വിളിക്കുകയും ചെയ്യുന്നു, ഞാനാണോ സ്റ്റുപ്പിഡ്, നിങ്ങളല്ലേ സ്റ്റുപ്പിഡിറ്റി കാണിച്ചതെന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരവിടുന്ന് വീണ്ടും കുറച്ച് നേരം എന്നോട് ചൂടായിട്ട് അവർ വണ്ടി എടുത്ത് പെട്ടെന്ന് അവിടുന്ന് എക്സിറ്റ് ആയ പോലെ അവരവിടുന്ന് പോയി കുറച്ച് നേരം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരികയാണ്. എൻ്റെ വണ്ടിയുടെ നമ്പറും എടുത്ത് അവർ പോയി. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരികയാണ്, നിങ്ങളുടെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. പ്രതിയായ ഞാൻ അവിടെ ചെല്ലുക പോലും ചെയ്തിട്ടില്ല. അതിനു മുമ്പേ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കേസ് നമ്പർ ഇട്ടു, നിങ്ങൾ വരണമെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ അടുത്ത് പോലീസ് വരുമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെല്ലാമെന്ന് പറഞ്ഞു. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടത്തേക്ക് ചെല്ലുകയും ചെയ്തു. എൻ്റെ അടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ. അതിനു മുമ്പേ ഞാൻ എൻ്റെ ഓഫീസിൽ വിളിച്ച് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ എൻ്റെ ഓഫീസിൽ നിന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും PROs ആയിട്ടുള്ള എല്ലാ ഒമാനീസും പോയിട്ടുണ്ടായിരുന്നു. ആരും തന്നെ ഇല്ല എൻ്റെ കൂടെ വരാൻ വേണ്ടി. ഞാൻ തന്നെ എൻ്റെ റൂംമേറ്റുമായിട്ട് ഞാൻ അവിടേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഇവർ ചെന്ന വാടെ തന്നെ ഒരു 10-15 മിനിറ്റ് എൻ്റെ കയ്യിൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്രയും സമയം എനിക്ക് ഇവരുടെ അടുത്ത് സംസാരിച്ച ശേഷം എനിക്ക് എൻ്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് എന്താ ഇവിടെ നടക്കുന്നതെന്ന് പറയാൻ എൻ്റെ ഓഫീസിലൊന്ന് വിളിച്ച് പറയാൻ പറ്റും. അവരെന്നോട് ഞാൻ ചെന്ന വാടെ പറഞ്ഞു, നീ ഞായറാഴ്ച വരെ നീ ലോക്കപ്പിലാണ്, ബുധനാഴ്ച വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുന്നത്, ഞാൻ ഞായറാഴ്ച നിനക്കിനി ഇവിടുന്ന് ജയിലിൽ നിന്ന്, ലോക്കപ്പിലല്ല ജയിലിലാണ്. സാധാരണ നമ്മളൊരു സിനിമയിൽ കാണുന്ന പോലെ പോലീസ് സ്റ്റേഷനിലകത്ത് കാണുന്ന സിംഗിൾ സെല്ലിനകത്തുള്ള ലോക്കപ്പല്ല, ജയിലിനകത്താണ് ഞായറാഴ്ച വരെ. പിന്നെയാണ് അറിയുന്നത് ഈ ലേഡിയും അവരവിടുത്തെ ഒരു ഹയർ ആയിട്ടുള്ളൊരു ഫാമിലിയിൽപ്പെട്ടൊരു ഷെയ്ഖ് ഫാമിലിയിൽപ്പെട്ട ഒരു ലേഡിയാണ്. അവരും അവരുടെ ഫാദറും പഴയ അവിടുത്തെ എന്തോ ഒരു ഹയർ ആയിട്ടുള്ള ഗവൺമെൻറ് ജോലിക്കാരനുമാണ് അയാൾ. ഫാദറും കൂടെ വന്ന് ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പേരിൽ കേസും രജിസ്റ്റർ ചെയ്തു. എനിക്ക് പെട്ടെന്ന് അവരവിടുത്തെ പോലീസുകാരുമായിട്ട് സംസാരിച്ച് 4 ദിവസം ജയിലിലിട്ടതിന് ശേഷം മാത്രം ഇവനെ പുറത്തിറക്കിയാൽ മതി എന്ന് പറഞ്ഞു വെച്ചാൽ അവർ പറഞ്ഞു പോയി. ഞാൻ ചെല്ലുമ്പോൾ ഈ 10-15 മിനിറ്റ് കൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഇവരിവിടെ പറഞ്ഞ കാര്യങ്ങളല്ലാതെ പിന്നെ ഞാൻ പറയുന്നൊന്നും കേൾക്കാനോ ഒന്നിനും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കമ്പനിയിൽ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. PROs ഒക്കെ പോയി എന്നാണ് പറഞ്ഞത്. ഇവരെൻ്റെ അടുത്തുനിന്ന് ഫോണ്, വാലറ്റ്, ഞാൻ ഉടമ്പടി എടുത്തിരുന്ന എൻ്റെ കാശ് രൂപ എൻ്റെ മാലയിൽ ഞാൻ ലോക്കറ്റായിട്ട് ഇട്ടിരുന്നു. അതും എല്ലാം അവരെൻ്റെ അടുത്തുനിന്ന് മേടിച്ചു. നമ്മുടെ പാൻറ്റിൻ്റെ ബെൽറ്റ് അടക്കം ഇവരെൻ്റെ അടുത്തുനിന്ന് അഴിച്ച് മേടിച്ച് എന്നെ അവർ ലോക്കപ്പിലേക്ക് വിട്ടു. പിന്നെ എനിക്ക് ആരോടൊന്നും സംസാരിക്കാനില്ല, എൻ്റെ കയ്യിൽ ഫോണില്ല, ഒന്നുമില്ല. ലോക്കപ്പിൽ പോയപ്പോൾ അതുവരെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ആരുമില്ല. എൻ്റെ കൂടെ വന്ന എൻ്റെ റൂംമേറ്റ് പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് ഇപ്പോഴേ ഉള്ളൂ. ഞാൻ ആരും എൻ്റെ കൂടെ എനിക്ക് സഹായിക്കാൻ ആരും വരില്ല എന്ന് കരുതിയിട്ട് ഞാൻ ലോക്കപ്പിനകത്തേക്ക് പോയി. അവിടെ ചെന്ന് എൻ്റെ കയ്യിൽ കാശ് രൂപമില്ല, ഒന്നുമില്ല. ഞാൻ അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എനിക്കിവിടെ കിടക്കേണ്ടതായിട്ടുള്ളൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല, എന്നെ ഇവിടുന്ന് 4 ദിവസം എന്നെ ഇവിടെ കിടത്തരുത്, ഇന്ന് രാത്രി തന്നെ എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റണം. എൻ്റെ കമ്പനി എന്നോട് പറഞ്ഞത് ഞങ്ങൾക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനി ഞായറാഴ്ച മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ ഇരുന്നിട്ട് ഒരു 3 മണിക്കൂർ ഇവരെന്നെ പോലീസ് സ്റ്റേഷനകത്ത് വെറുതെ ഇരുത്തിയിരുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെ വരുന്നതും പോകുന്നതുമായിട്ടുള്ള അറബി പോലീസുമാരെല്ലാം ചെറിയവർ തൊട്ട് ഹയർ പോസ്റ്റിലിരിക്കുന്നവർ വരെ വന്ന് എന്നെ അടുത്ത് ഷൗട്ട് ചെയ്ത് പോയിരുന്നു. ഞാൻ പറയുന്ന ഒരു കാര്യങ്ങൾ പോലും അവർ കേൾക്കാൻ റെഡിയായിരുന്നില്ല. 3 മണിക്കൂർ അവിടെ ഇരുത്തിയ ശേഷം എന്നെ അവിടെ ഒരു ജയിലിലേക്ക് കൊണ്ടുപോയി ഒരു 3-4 ഡോറ് തുറന്ന് 4ാമത്തെ ഡോറാണ് മെയിൻ ഡോറിൻ്റെ തുറന്ന് എന്നെ അവിടെ ലോക്കപ്പിലിട്ടു, ജയിലിലിട്ടു.
എനിക്ക് ആ 2 കരിമ്പടമൊക്കെ തന്നേച്ച് എന്നോട് പറഞ്ഞു, നീ ഇനി ഇവിടെ ഞായറാഴ്ച വരെ നീ ഇവിടെയാണ്. വളരെ പുച്ഛത്തോടെയാണ് അവരെന്നോട് സംസാരിക്കുന്നത്. ഞാനതവിടെ കൊണ്ടിട്ട് അവിടെ നിലത്തോട്ടിട്ട് ഞാൻ അവിടെ ഇരുന്നേച്ച് അങ്ങ് വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങി. ഞാൻ പ്രത്യക്ഷപ്പെടുന്ന പ്രാർത്ഥന അതൊന്നും എനിക്ക് കാണാപ്പാട് അറിയത്തില്ലായിരുന്നു. വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. ഇന്ന് ഇവിടെ രാത്രി എനിക്ക് കിടക്കാൻ ഇടവരരുത്. ഞാനൊരു 1/4 മണിക്കൂർ വിശ്വാസ പ്രമാണം കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലി. എത്ര എണ്ണം ചൊല്ലിയെന്നൊന്നും അറിയത്തില്ല. എന്നെ കൊണ്ട് അവിടുന്ന് പോലീസുകാർ വന്ന് നിനക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ ഇവിടെ ഇതിനുള്ളിലേക്ക് കയറിയതൊരു സ്ത്രീ കാരണമാണെന്നുണ്ടെങ്കിൽ നീ ഇതിന് പുറത്തിറക്കുന്നത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹയർ ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥ ലേഡി ആയിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥക്കാരനാണ് നീ ഇവിടുന്ന് പുറത്തിറങ്ങുന്നതെന്ന് ആ പോലീസുകാരനോട് വളരെ അത്ഭുതകരമായിട്ട് എന്നോട് പറഞ്ഞു. എന്നെ പുച്ഛിച്ച് പറഞ്ഞിരുന്ന പോലീസുകാരാണ് അങ്ങനെ പറഞ്ഞ് എന്നെ പുറത്തിറക്കിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കമ്പനിയുടെ ഒരു PR അവിടെ വന്നിട്ടുണ്ട്. അവൻ്റെ റിലേറ്റീവാണ് ഈ പോലീസുകാർ. അയാൾക്ക് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി ഈ ലേഡിയെ വിളിക്കാൻ പറ്റില്ല. ഇവിടെ ഞാൻ പറഞ്ഞറിഞ്ഞുള്ള ഇവിടെ ഒരു IG പോലുള്ളൊരു പോസ്റ്റിലിരിക്കുന്ന ഒരു ആളാണ് ഇയാളുടെ റിലേറ്റീവായിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. അയാൾ പല വിധത്തിലും സാധാരണക്കാരായിട്ടുള്ള പോലീസുകാരുടെ അടുത്തൊക്കെ സംസാരിച്ചു, ആരും സമ്മതിക്കുന്നില്ല എന്നാണ്ടപ്പോൾ അവസാനം എൻ്റെ PR വിളിച്ച് സംസാരിച്ചാണ് ആ ലേഡിയോട്. അവർ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ ലേഡി എനിക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്ത ലേഡിയും അവരുടെ ഫാദറും അവരുടെ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ടൊരു ഈഗോ ഹർട്ടായിട്ടാണ് അവരെനിക്കെതിരെ കേസ് കൊടുത്തതും അവർ തന്നെ ശിക്ഷയൊക്കെ വിധിച്ച് 4 ദിവസം ജയിലിൽ കിടത്തിട്ട് അവനെ വിട്ടാൽ മതി എന്ന് പറഞ്ഞ് ഇതിനൊക്കെ തീരുമാനം ഉണ്ടാക്കിയതെന്നും അവരറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവനെ അവിടെ കിടത്തണ്ട, അവനെ ഇറക്കി വിട്ടേക്ക്, അവനെ ജയിലിൽ നിന്ന് വിട്ടേക്ക്, ഇന്ന് രാത്രി തന്നെ അവനെ റിലീസ് ചെയ്തേക്കെന്ന് പറഞ്ഞ് എന്നെ എൻ്റെ ഫ്ലാറ്റിൽ കൊണ്ടുവിടാൻ പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞിരുന്നത്. പുറത്തെൻ്റെ കമ്പനിയുടെ PRO എൻ്റെ റൂംമേറ്റും അപ്പോഴും ഈ 4 മണിക്കൂറായിട്ട് ആ PRO എൻ്റെ റൂംമേറ്റും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതൊരു റൂംമേറ്റ് ഒരു മുസ്ലിമാണ്, PRO ഒരു മുസ്ലിമാണ്. എനിക്ക് വേണ്ടി അവിടെ ഈ 4-5 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ രാത്രി 2.5 മണിക്കൂറാണ് ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നത്, ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അതുവരെ എനിക്ക് 4-5 മണിക്കൂർ ഈ മുസ്ലിം സുഹൃത്തുക്കളാണ് എനിക്ക് വേണ്ടി അവിടെ കാത്തിരുന്നത്. അത് കഴിഞ്ഞ് ഈ സംഭവം കഴിഞ്ഞേച്ച് പോലീസ് സ്റ്റേഷനിൽ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് കണ്ടപ്പോൾ കോർട്ടിലേക്ക് കേസ് ഹയർ ചെയ്തു. കോർട്ടിലേക്ക് കേസ് ഒരു പ്രൈമറി കോർട്ടിൽ കൊടുക്കേണ്ട കേസ് അവിടുത്തെ ഹൈക്കോർട്ടിലേക്കാണ് അവിടെ കൊടുത്തത്. അവിടെ ജില്ലാ കോടതിയില്ല, ഹൈക്കോടതിയും സുപ്രീം കോടതിയും മാത്രമേ ഉള്ളൂ. ഹൈക്കോർട്ടിലേക്ക് കൊടുത്തേച്ച് 1 കൊല്ലം എന്നെ ഈ കേസിൻ്റെ പുറകെ അവർ നടത്തിച്ചു. അന്നേരപ്പോഴൊന്നും ഞാൻ എൻ്റെ വീട്ടിലൊന്നും ഈ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ജോലികളും കാര്യങ്ങളൊക്കെ സാധാരണമായി നടക്കുന്ന പോലെ തന്നെ നടന്നു പോകുന്നുണ്ടായിരുന്നു. കാരണം എനിക്കധികം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഒരു ക്രിമിനൽ കേസിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ബാനായി. ആ കേസ് ഏത് കാലത്ത് നമുക്ക് കേസ് കഴിയുന്നോ അന്ന് മാത്രമേ നമുക്ക് ആ നാട്ടിൽ നിന്ന് തിരിച്ച് ഏത് രാജ്യത്തേക്കായാലും നമ്മുടെ നാട്ടിലേക്കായാലും എക്സിറ്റ് ആകാൻ പറ്റുള്ളൂ. അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞ് 2023 ഒക്ടോബർ മാസം നടന്ന ഈ കേസ് 24 ഒക്ടോബറായിട്ടും കഴിഞ്ഞിട്ടില്ല, കേസ് കഴിഞ്ഞിട്ടില്ല, എൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടില്ല. 5-6 പ്രാവശ്യം ഞാൻ കോർട്ടിൽ ഹിയറിങ്ങിന് പോയി. ഡിസംബർ മാസത്തിൽ എൻ്റെ പപ്പയ്ക്ക് ഒരു അറ്റാക്ക് വരിക, പപ്പ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തു ഡിസംബർ 29. അന്നും എൻ്റെ കേസിൻ്റെ വിധി വന്നിട്ടില്ല. എനിക്ക് നാട്ടിൽ പോകണമെന്നുണ്ട്. നാട്ടിൽ എൻ്റെ അനിയൻ മാത്രമേ ഉള്ളൂ, പിന്നെ മമ്മിയും മാത്രമേ ഉള്ളൂ. അനിയനും ജോലി ചെയ്യുന്നതാണ്, സഹായത്തിന് ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് മമ്മി മാത്രമാണ് ഓടി നടന്നത്. അപ്പോൾ നാട്ടിലെത്തണമല്ലോ എന്നോർത്ത് ഞാൻ ഈ കേസിന് പപ്പ ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നാട്ടിലെൻ്റെ മമ്മിക്കൊന്നും സഹായത്തിന് ആരുമില്ല, എനിക്ക് നാട്ടിലേക്ക് എത്തണം പെട്ടെന്ന്. 29-ാം തീയതി പപ്പ ഹോസ്പിറ്റലിലാവുന്നു. 30-ാം തീയതി എൻ്റെ കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് വരുന്നു. ഇങ്ങനെ പേരിലുള്ള കേസ് തള്ളിപ്പോയി എന്ന് പറഞ്ഞിട്ട് കോർട്ടിൻ്റെ പേരിലുള്ള കേസ് തള്ളിക്കളഞ്ഞു. എനിക്ക് എൻ്റെ കമ്പനിയിൽ നിന്ന് CCTV റെക്കോർഡ്സ് വിഷ്വൽസൊക്കെ എടുത്തപ്പോൾ അതിലാകപ്പാടെ ബ്ലറായ ഒരു അവസ്ഥയായിരുന്നു. തൊട്ട് ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു ഗാരേജ് വർക്ക്ഷോപ്പാണ്, ഒരു പ്രീമിയം വർക്ക്ഷോപ്പാണ് എൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ. അവരെനിക്ക് ഒരു 6 മാസത്തിന് ശേഷമാണ് അവരുടെ ഹാർഡ് ഡിസ്ക് 6 മാസം കൂടുമ്പോൾ അവരെടുത്ത് മാറ്റുന്നതാണ്. ആ ഹാർഡ് ഡിസ്കിൽ നിന്ന് അവർ സെർച്ച് ചെയ്തെടുത്ത് എനിക്ക് ഈ വിഷ്വൽസ് കറക്റ്റായിട്ട് തുടക്കം മുതൽ അവസാനം വരെയുള്ളൊരു വിഷ്വൽസ് എനിക്ക് എടുത്തു തരികയും അത് ഞാൻ എൻ്റെ എനിക്ക് കമ്പനി ലോയറെ ആക്കി തന്നിരുന്നത്. അത് വേറൊരു ഭാഗം. ഈ ലോയർ മുഖേന ഞാൻ ഈ കോർട്ടിൽ വീഡിയോ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം ഈ കേസിൽ അവർ വീഡിയോ കണ്ട് ഞാനല്ല തെറ്റുകാരി, വോയിസ് അടക്കമുള്ള വീഡിയോ വിഷ്വൽസ് ആയിരുന്നു. തൊട്ട് കീഴെ തന്നെ ഇവർ ഞാനുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ തൊട്ട് തിളക്ക് മേലെ തന്നെ ഒരു ക്യാമറ ഉണ്ടായിരുന്നത് ഞാനും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ലായിരുന്നു. അവർ തന്നെ ആ ഗ്യാരേജുകാരാണ് എന്നോട് വന്ന് പറയുന്നത് ഇവിടെ ഒരു ക്യാമറ ഉണ്ടല്ലോ, നിൻ്റെ ഓഫീസിൻ്റെ ക്യാമറയിൽ നിന്ന് വിഷ്വൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ ഈ ക്യാമറ കിട്ടാതിരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ അവർ പോയി തപ്പിയെടുത്ത് എനിക്ക് ആ വിഷ്വൽ കൊണ്ട് തന്നു. വോയിസ് അടക്കമുണ്ട്. ആ സ്ത്രീ വരുന്നതും വന്നിറങ്ങുന്നതും അവർ ഷൗട്ട് ചെയ്യുന്നതും അവരാണ് എന്നെ ആദ്യം സ്റ്റൂപ്പിടെന്ന് വിളിക്കുന്നതും വോയിസ് കറക്റ്റായിട്ട് ആ വോയിസ് വീഡിയോയിൽ റെക്കോർഡ് വിഷ്വലുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ ഫാമിലിയും ഹോൾട്ടും ഒക്കെ വെറുതെ ആയ പോലെയായി കോർട്ടിൽ പോയിട്ടും. ഇതൊക്കെ കഴിഞ്ഞു. കോർട്ടിലേക്ക് കാര്യം കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ ലോയർ ഒരു ക്രിമിനൽ കേസ് എൻ്റെ കമ്പനിയുടെ ക്രിമിനൽ ലോയർ വരണമെന്നുണ്ടെങ്കിൽ അവരുടെ 4.5 ലക്ഷം രൂപയാണ് അവർക്ക് ഈ ഒരു ക്രിമിനൽ ലോയർ കേസ് വാദിക്കാൻ ഹൈക്കോർട്ടിൽ വരുന്നതിന്. ആ കേസ് എന്നോട് കമ്പനി പറഞ്ഞു അത് നിൻ്റെ ഓൺസ് റിസ്കിൽ നീ തന്നെ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു.
ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഓർത്ത് എൻ്റെ സാലറിയിൽ നിന്ന് റിഡക്റ്റ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ എൻ്റെ സെറ്റിൽമെൻറ്റിൽ നിന്ന് എടുത്തോട്ടെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. സാധാരണ പോലെ കാര്യങ്ങൾ നടന്നു പോകും, വീട്ടിൽ അറിയുകയില്ല എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു. ഈ കേസ് വന്ന് കേസിൻ്റെ കാര്യങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ പപ്പയ്ക്ക് പോകേണ്ട ആവശ്യം വന്നപ്പോഴേക്കും എൻ്റെ കേസ് കറക്റ്റായിട്ട് മാതാവ് അനുഗ്രഹിച്ചിട്ട് എൻ്റെ കേസ് തീർത്തു തന്നു. അതിനു മുമ്പേ മാതാവായിട്ട് തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്നോട് എൻ്റെ പോലീസുകാർ പറയും, ഒരു സ്ത്രീ കാരണം നീ ഉള്ളിലായി, അതിലും വലിയൊരു സ്ത്രീ കാരണം നീ ഇവിടുന്ന് പുറത്തിറങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞു. അതിലെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, അത് മാതാവാണ് വന്നിട്ട് എന്നെ അവിടുന്ന് പുറത്തിറക്കിയത്. അതും അവിടുത്തെ നാട്ടുകാരി അവരുടെ ഹോൾഡ് വെച്ച് എന്നെ അവിടെ ഉള്ളിലാക്കിയെങ്കിൽ അതേ നാട്ടുകാരിയായിട്ടുള്ള സ്ത്രീ തന്നെ എന്നെ അവിടുന്ന് പുറത്തിറക്കുകയും ചെയ്തു. ഈ കേസ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ 4.5 ലക്ഷം രൂപ ലോയർക്ക് ഫീസ് കൊടുക്കണം. കോർട്ടിൽ നിന്ന് മിനിമം ജയിൽ ശിക്ഷയും ഒരു ഫൈനും വരേണ്ടതാണ്. കോർട്ടിൽ നിന്ന് വന്ന വിധി എന്താണെന്ന് വെച്ചാൽ കോർട്ടിൻ്റെ ചിലവും പോലീസ് സ്റ്റേഷൻ്റെ ഡോക്യുമെൻറ്റേഷൻ ചാർജുമായിട്ട് ഒരു 150 റിയാൽ ഞാൻ അവിടെ പേയ്മെൻറ്റ് ചെയ്യണം. മിനിമം അവിടെ ഇങ്ങനെ ഒരു കേസിന് ഞാൻ പറഞ്ഞു കേട്ട് 2000-3000 റിയാൽ ഫൈനായിട്ട് മാത്രം അടയ്ക്കേണ്ടി വരും. അതുകൂടാതെ ഒരു 6 മാസമെങ്കിലും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. 150 റിയാൽ രണ്ടിൻ്റെയും എക്സ്പെൻസ് ആയിട്ട് അടച്ചാൽ മതി എന്ന് പറഞ്ഞ് തന്നെ അത് അടച്ച് എനിക്ക് എൻ്റെ പപ്പ ഹോസ്പിറ്റലായ എൻ്റെ പിറ്റേ ദിവസം എനിക്ക് നാട്ടിലെത്താൻ പറ്റി. അവിടെ ജഡ്ജ്മെൻറ്റ് വന്ന് ഫൈൻ അടച്ച് എനിക്ക് നാട്ടിലെത്താൻ പറ്റി. പിന്നെ എനിക്കൊരു 4.5 ലക്ഷം രൂപയോളം വരുന്ന ഒമാൻ റിയാൽ, ഏകദേശം 1600 റിയാൽ എനിക്ക് ലോയർക്ക് കൊടുക്കാനുള്ള ലോയർ ഫീ ഉണ്ടായിരുന്നു. കമ്പനി എന്നോട് പറഞ്ഞത് അത് നിൻ്റെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തോളാം, ചെറിയൊരു സംഖ്യയായിട്ട് ഡിഡക്റ്റ് ചെയ്തോളാം എന്നാണ് പറഞ്ഞിരുന്നത്. കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഡയറക്ടറുമായിട്ട് നല്ല രീതിയിൽ പോയിരുന്നത് കാരണം ഡയറക്ടറോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു, സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾ അടുത്ത റമദാൻ മാസം ആയപ്പോൾ ഞാൻ ആളോട് 1-2 പ്രാവശ്യം ചോദിച്ചു. റമദാൻ തീരാറായപ്പോഴും ആളോടൊന്ന് ചോദിച്ചു. ആൾ പറഞ്ഞു ഓക്കെ, ഫുൾ എക്സ്പെൻസ് കമ്പനി തന്നെ ഇട്ടേ, കമ്പനിയുടെ ക്രിമിനൽ കേസുകളുടെ കൂട്ടത്തിൽ അതും കമ്പനിയുടെ എക്സ്പെൻസ് ആയിട്ടിട്ട് കമ്പനി ഒരു പൈസ പോലും എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാതെ അതെല്ലാം കമ്പനി തന്നെ അടച്ച് എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ബാധ്യതയും വരാതെ എന്നെ മാതാവ് എല്ലാ കമ്പനിയിലും ജയിലിലും പോലീസുകാരുടെ ഇടയിലും കോടതിയിലും എല്ലാം വന്ന് മാതാവ് വന്ന് പലരുടെ രൂപത്തിൽ എന്നെ സഹായിച്ചു. പിന്നെ ഇത് കഴിഞ്ഞേച്ച് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. ഞാനിവിടെ നാട്ടിലൊക്കെ വന്ന് പോയി കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാണ് എൻ്റെ 2 സുഹൃത്തുക്കളും ഞാനും കൂടെ, എനിക്ക് കമ്പനി തന്ന ഒരു കാറുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു 10-25 ലക്ഷം രൂപ വില ഇവിടെ വരുന്ന ഒരു വണ്ടിയാണ്, പുതിയ വണ്ടിയാണ്, 1 മാസം ആയതേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ആ വണ്ടിയായിട്ട് ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിൽ ഞങ്ങളൊരു തൊട്ടടുത്തൊരു ഒരു മാളിലേക്ക് പോയതാണ്. മാളിലേക്ക് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഞാനിനി വണ്ടി ഓടിച്ചോളാം എന്ന് പറഞ്ഞ് വണ്ടി എടുത്തു. ഹൈവേയിലേക്ക് കയറി ഒരു ക്രോസ് സിഗ്നലിൽ വന്ന് സംസാരിച്ചുകൊണ്ട് ഫ്രണ്ടിൽ സിഗ്നൽ നോക്കാതെ കയറി അങ്ങ് പോയി. എതിരെ വന്ന വണ്ടിയിൽ വിലങ്ങനെ ചെന്നങ്ങ് ഇടിച്ചങ്ങ് കയറി വണ്ടി. ഫ്രണ്ട് മൊത്തം ബാക്ക് വരെ ആകെപ്പാടെ പപ്പടം പോലെ അവസ്ഥയായി. എൻ്റെ ഫ്രണ്ടിലത്തെ എൻജിനൊക്കെ ഇടിച്ച് പൊളിഞ്ഞ് ഞങ്ങളുടെ ഡാഷ്ബോർഡിനകത്തൂടെ ഉള്ളിൽ വന്ന് ഗിയർ ബോക്സൊക്കെ പൊളിഞ്ഞ് 2 സീറ്റിൻ്റെ ഇടയിൽ കൂടെ ബാക്കിലേക്ക് പോയി. അത്ര വലിയൊരു അപകടമായിരുന്നു. 3 പേര് ഈ വണ്ടിയിലിരുന്നിട്ട് 3 പേരും വേറെ ഏതോ ഒരു വണ്ടിയിൽ ആക്സിഡൻറ്റ് നടന്ന പോലെ നമ്മൾ കാഴ്ചക്കാരിറങ്ങി നിൽക്കുന്ന പോലെ ഒരു പോറലോ ഇടിച്ചതിൻ്റെതായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുകളോ തോന്നാതെ ഞങ്ങൾ പുറത്തിറങ്ങി നിന്നിട്ട് ഇത് നോക്കി നിൽക്കുക. ഞങ്ങൾക്ക് തന്നെയാണ് ഇത് സംഭവിച്ചത്. ഞങ്ങളുടെ വണ്ടിയുടെ അവസ്ഥയുണ്ട്. 2 ഫ്രണ്ടിലത്തെ 2 പാസഞ്ചർ ഇരിക്കുന്നിടം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പറയില്ല ഇതിൽ നിന്ന് ഇറങ്ങിയ 2 പേരുടെ കാലും കൈയൊക്കെ ബാക്കിയുണ്ട്, ആൾ ജീവനോടെ ബാക്കിയുണ്ടെന്ന്. എയർ ബാഗുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ആ വണ്ടിയുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യരും പറയത്തില്ല ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാർ ജീവനോടെ ഉണ്ടെന്ന്. അതിൽ നിന്നാണ് ഞങ്ങൾ 3 ആളും ഒരു പോറൽ പോലും ഇല്ലാതെ പുറത്തിറങ്ങിയത്. ഈ സമയങ്ങളിലൊക്കെ ഞാൻ ഉടമ്പടിയിലാണ്. കൃത്യമായിട്ട് എൻ്റെ ഉടമ്പടി പ്രാർത്ഥനകളൊക്കെ ഞാൻ അവിടെയും ചെയ്തു പോകുന്നുണ്ടായിരുന്നു. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നു. എൻ്റെ കഴുത്തിൽ എൻ്റെ മാലയിൽ തന്നെ എൻ്റെ ഒരു കാശ് രൂപം ഉണ്ടായിരുന്നു. ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയ ലോക്കറ്റും കൊന്തയൊക്കെ എൻ്റെ വണ്ടിയിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ കാശ് രൂപമൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ പോലീസ് സ്റ്റേഷനിൽ അവർ മേടിച്ച് വെച്ചെങ്കിലും അത് ആ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ അമ്മയായിട്ട് അവിടെ ഇരിപ്പുണ്ടെന്നുള്ളതും ഈ വണ്ടി ആക്സിഡൻ്റ് ആകുമ്പോൾ എൻ്റെ നെഞ്ചിൽ ആ കാശ് രൂപ എൻ്റെ മാലയോട് ചേർന്നുണ്ടെന്നുള്ളതൊക്കെ കൊണ്ടാണ് എനിക്ക് ഇതിൽ നിന്നൊക്കെ സുഖമായിട്ട് രക്ഷപ്പെടാൻ പറ്റിയതെന്നുള്ളത്, മാതാവ് സഹായിച്ച് എന്നെ രക്ഷപ്പെടുത്തിയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കും. അത് കഴിഞ്ഞ് അതുപോലുള്ള പിന്നെ അവിടെ നിസ്സാരമായ ചെറിയ കാര്യങ്ങളിലൊക്കെ മാതാവ് എന്നെ പ്രാർത്ഥനയിൽ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാനിവിടെ നാട്ടിൽ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ഹെവി ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് മാതാവിനോട് ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് വന്നു. അന്നത്തെ രാവിലത്തെ ഡെയിലി ബ്രെഡിൽ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഇന്നത്തെ എൻ്റെ ടെസ്റ്റാണ്, എൻ്റെ ഫസ്റ്റ് ട്രയലാണ്, എനിക്കിന്ന് മാതാവ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ട്രയൽ തന്നെ എനിക്കിതൊന്ന് പാസ്സാക്കി തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പോയി. ടെസ്റ്റിൽ ഞാൻ അവിടെ മാതാവിനോടൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ ടെസ്റ്റ് ചെയ്തു. എനിക്ക് ഫസ്റ്റ് ട്രയൽ തന്നെ ഇവിടുത്തെ ഹെവി ലൈസൻസ് കിട്ടി. ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവിടെ വന്ന്, അവരൊക്കെ ഫെയിലായി. സങ്കടമുണ്ട്. എന്നാലും എന്നെ മാതാവ് എന്നെ ഫസ്റ്റ് ട്രയൽ തന്നെ ഇതിലും പാസ്സാക്കി തന്നു.
പിന്നെ എൻ്റെ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, ചെറിയ ചെറിയതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ മാതാവിനെ നിരന്തരം എൻ്റെ കൂടെയും എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉടമ്പടിയിലാണ്. ഞങ്ങളെല്ലാവരുടെയും കൂടെ എല്ലാ കാര്യത്തിനും മാതാവ് തന്നെ ഞങ്ങളെ സഹായിക്കാറുണ്ട്. എല്ലാത്തിനും ഒരുപാട് നന്ദി. കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങളിവിടെ അനാഥാലയങ്ങളിലും ഹോസ്പിറ്റലുകളിലൊക്കെ പോവുകയും പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ കാണുമ്പോൾ വലിയ രീതിയിലൊന്നുമല്ല, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് പേരുടെ സഹായത്തിന് വേണ്ടിയിട്ട് വരുന്നതിലൊക്കെ പൈസ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഭക്ഷണം പലർക്കും റോഡ് സൈഡിലും ഹോസ്പിറ്റലിലൊക്കെ പലർക്കും ഭക്ഷണം പാഴ്സലായി മേടിച്ചുകൊണ്ട് കൊടുക്കുകയും വീട്ടിലുണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവിടെ ആയിരിക്കുമ്പോഴും എനിക്ക് അവിടെ ഞങ്ങൾക്ക് ഡെയിലി കുർബാനയ്ക്കില്ലെങ്കിലും വെള്ളിയാഴ്ചയാണ്, എല്ലാ വെള്ളിയാഴ്ചകളിലും ഞാൻ അവിടെ കുർബാനയ്ക്ക് പോവുകയും രാവിലെയും വൈകുന്നേരമുള്ള എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും ഞാൻ ചൊല്ലുകയും ചെയ്യാറുണ്ട്. ചില ദിവസങ്ങളിൽ മാത്രം എൻ്റെ ജോലിയുടെ ചിലപ്പോൾ മാത്രം എനിക്കിത് മുടക്കം വന്നിട്ടുണ്ട്. പറ്റാവുന്ന എല്ലാ ദിവസങ്ങളിലും ബൈബിൾ വായിക്കുകയും എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ആയിരിക്കുമ്പോഴും ചെയ്യാറുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം മാതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും സഹായിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.